സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 അടുത്തതായി ഈ ഒരു അനുസ്മരണ ദിവസത്തിൻ്റെ ഒന്നാം ഘട്ടം തീരുകയാണ്. തീർന്നതിന് ശേഷം ഇതിനോടനുബന്ധമായി സുവർണ ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന KPS മേനോൻ അനുസ്മരണം, ഇല്ലെങ്കിൽ അവരുടെ കഥകളി രംഗത്തെ കലാരംഗത്ത് നടത്തിയ സംഭാവനകളെ അധീകരിച്ച് നടത്തപ്പെടുന്ന 2 ഗംഭീരങ്ങളായ പ്രഭാഷണങ്ങൾക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുട കഥകളി ക്ലബ്ബ് വേണുജുവുമായിട്ട് നടത്തിയിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ കഥകളി ക്ലബ്ബ് എന്തുകൊണ്ടും ഈ ഒരു മഹത് വ്യക്തിത്വത്തെ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. കാരണം കഥകളിയിൽ പലപ്പോഴും പല വേദികളിൽ പോലും റഫറൻസസായി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളി രംഗം പോലുള്ള പുസ്തകങ്ങളുടെ പ്രസ്താവനകളും അദ്ദേഹം അഭിപ്രായപ്പെട്ട ഓരോ കാഴ്ചവട്ടങ്ങളുടെ അനുഭവങ്ങളെയും അധീകരിച്ചാണ്. KPS മേനോൻ പോലുള്ള ഒരു കലാ ആസ്വാദകൻ്റെ, ഒരു വിചക്ഷണൻ്റെ ഏറ്റവും അടുത്ത പരിചയമുള്ള വേണുജിയും ഒരു പക്ഷേ വാരാന്ത്യങ്ങളിൽ മുഴുവനും ഇരിങ്ങാലക്കുടയിൽ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിത അവസാന കാലഘട്ടത്തിൽ ഇരിങ്ങാലക്കുടയുമായിട്ടുള്ള സംസർഗം മാധവ ചാക്യാരിലൂടെയും വേണുജിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു മഹത് വ്യക്തിത്വത്തെ അനുസ്മരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ളത് വേണുജി തന്നെയാണ്. മുഖവുരയ്ക്ക് ആവശ്യമില്ലാത്ത ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക പൈതൃകം ഇല്ലെങ്കിൽ ആ ഒരു ഖ്യാതി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വേണുജിയെ ഈ ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്നതിലേക്കായിട്ട് നമുക്ക് കാതോർത്തിരിക്കാം. വേണുജിയെ സാദരം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇരിങ്ങാലക്കുട കഥകളി ക്ലബ്ബ് സുവർണ ജൂബിലി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന അവസരത്ത് ശരിക്കും രമേശൻ നമ്പീശനും ഞാനുമായിട്ട് ഇതിനെപ്പറ്റി പല പ്രാവശ്യം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം KPS മേനോനെ ഓർമ്മിക്കണം നമ്മൾ. കാരണം ശരിക്കും ആലോചിച്ചാൽ ഒരു കഥകളി ആചാര്യനും കഥകളിയുടെ ഒരു പ്രയോക്താവിനും അല്ലെങ്കിൽ അതിൻ്റെ ഈ കലയെ സംരക്ഷിക്കാൻ ഇപ്പം മഹാകവിയെ പോലുള്ള വള്ളത്തോളിനെ പോലുള്ളവരും അതുപോലെ കോട്ടക്കലും സദനവും ഒക്കെ സ്ഥാപനങ്ങൾ നടത്തുന്ന അതിന് നേതൃത്വം നൽകുന്നവരുടെയൊക്കെ അതുപോലൊരു സ്ഥാനമുണ്ട് KPS മേനോൻ എന്ന കഥകളി നിരൂപകൻ. കോഴിക്കോട്ട് രാമനാട്ടുകരയുടെ സാമാന്യം അദ്ദേഹം തന്നെ എപ്പോഴും പറയാറുണ്ട്, സാമാന്യം സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളൊക്കെ IPS അന്നത്തെ കാലത്ത് ICSും IASും ഒക്കെ കിട്ടിയവരാണ്. അദ്ദേഹത്തിന് സാമാന്യം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അന്നത്തെ BA ആണ്, ഇംഗ്ലീഷ്. ഏത് ജോലിക്ക് വേണമെങ്കിലും അന്ന് കിട്ടും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതം കഥകളി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കഥകളി കണ്ട് ആസ്വദിക്കാൻ ചെലവഴിക്കാനാണ് തീരുമാനിച്ചതെന്നാണ്. ഒരു ഉദ്യോഗത്തിന് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സർവ്വ കഥകളിയും അതിനകത്ത് ഒരു വ്യത്യാസമില്ല.
ജാതി മതഭേദമന്യേ കഥകളിക്ക് അനവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു. മൂപ്പന്മാരുടെ കഥകളി, ഈഴവരുടെ കഥകളി, ഇപ്പം ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ കുടുംബ വീട്ടിലൊരു കഥകളി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ചരിത്രമൊക്കെ KPS മേനോൻ മാത്രമേ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ കഥകളി കണ്ട അതിൻ്റെ ആസ്വാദനത്തിന്, അതിൻ്റെ ചരിത്രത്തിന് സഹായകമായ വസ്തുതകൾ ശേഖരിച്ച് ഒരു ജീവിതം മുഴുവൻ ചിലവാക്കിയ വ്യക്തിയാണ് KPS മേനോൻ. ഞാൻ അദ്ദേഹത്തിനെ പറ്റി ആദ്യം കേൾക്കുന്നത്, എനിക്കൊരു 11 വയസ്സുള്ളപ്പോൾ ഉഴീണ, എൻ്റെ ആശാൻ കിരിക്കാട്ട് ശങ്കരപ്പിള്ള എന്ന് പറയും. കിരിക്കാട്ട് ശങ്കരപ്പിള്ള ആശാൻ എന്നെ ഉഴീണ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു മഹാകഥകളി ഭ്രാന്തനുണ്ട്. അദ്ദേഹം ശരിക്കും കഥകളി ഭ്രാന്താണ്. അദ്ദേഹം വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് കാർഡുമായിട്ട് വരും. എന്നിട്ട് എൻ്റെ ആശാൻ കീരിക്കാട്ട് കൊച്ചുവേലപ്പിള്ളയുടെ മകനാണ്. ചെക്കൻ കുട്ടനാടൻ പാരമ്പര്യത്തിലെ വലിയ മഹാനായ നടൻ കീരിക്കാട്ട് കൊച്ചുവേലപ്പിള്ളയുടെ മകനാണ്. അപ്പോൾ ആശാൻ്റെ ചോദിച്ചാൽ ആശാൻ ഒരു എൻസൈക്ലോപീഡിയാണ് കഥകളികൾ, ചെക്കൻ ചിട്ടകൾ. ഈ ഉഴീണയിടയ്ക്ക് ഇദ്ദേഹം ഇത് തിരക്കിട്ട് വരും. ശങ്കരപ്പിള്ള ഇതെങ്ങനെയാണ്, ഇന്ന നടന് ആരായിരുന്നു, ഇതൊക്കെ ചോദിച്ച് കുറിച്ച് കൊണ്ടുപോകും. ഒരു ദിവസം ആശാൻ പറഞ്ഞു, ഇത് KPS മേനോൻ എന്ന് പറഞ്ഞൊരാൾ കഥകളിയെ പറ്റിയൊരു പുസ്തകം എഴുതുന്നുണ്ട്, അതിലേക്ക് ചേർക്കാനുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾസാശ്ശേരിപ്പുറമുള്ള അനവധി പേർക്ക് കത്തുകൾ എഴുതി ഓരോ പ്രദേശത്തെയും കഥകളിക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് അദ്ദേഹം കഥകളി രംഗം ഉണ്ടാക്കിയിട്ടുള്ളത്. കഥകളി രംഗം വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അതൊരു ചരിത്രം ഇതല്ല, കഥകളി കലാകാരന്മാരുടെ ജീവിതമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വളരെ കഥകളി അഭ്യാസമായിട്ട് ബന്ധപ്പെട്ടതും നമുക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും അദ്ദേഹം നാടകീയമായിട്ട് അതിനെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാരഗ്രാഫുകൾ വായിച്ചു പോയാൽ നമുക്കറിയാം ഒരു കഥകളിയുടെ വ്യക്തിത്വം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിവരങ്ങൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കാൻ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. കാരണം അതിനൊക്കെ ഈ കഥകളി പുസ്തകം ആരാ അച്ചടിക്കാൻ? അപ്പോൾ അതിനൊക്കെ പലരുടെ സഹായങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ടുണ്ടായിരുന്ന പല വസ്തുവകകളൊക്കെ വിറ്റിട്ടാണ് ആദ്യകാലത്തൊക്കെ അച്ചടിച്ചത്. ഇതൊക്കെ എനിക്ക് വളരെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം ഞാൻ അതിനുശേഷം പിന്നീട് ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കാണുന്നത് ഏതാണ്ടൊരു 10-15 വർഷം കഴിഞ്ഞിട്ടാണ്. തിരുവനന്തപുരത്ത് മാർഗിയുടെ സ്ഥാപകൻ അപ്പുകുട്ടനായരുടെ ഓഫീസിൽ ഞങ്ങളെല്ലാവരും ആഴ്ചയിൽ ഒരു പ്രാവശ്യം എത്തണമെന്ന് കർശനമായ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ആ സദസ്സിലേക്ക് 1-2 പ്രാവശ്യം KPS മേനോൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസൊക്കെ അടച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെയാണ് KPSനെ പറ്റി കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. KPSന് താല്പര്യം കഥകളിയോടാണ്. അതേസമയം താൻ കാണുന്ന കഥകളി മറ്റുള്ളവരും ആസ്വദിക്കണം എന്ന് കരുതിയിട്ടാണ് അതിൻ്റെ കലാകാരന്മാരുടെ ചരിത്രത്തിലൂടെ കഥകളിയുടെ ചരിത്രം പറഞ്ഞു. അതാണ് ഏറ്റവും വലിയൊരു സംഭാവന. കലാകാരന്മാരുടെയും കളിയോഗങ്ങളുടെയും ആ കളിയോഗങ്ങൾ നടത്തിക്കുന്നവരുടെയും ഒക്കെ ചരിത്രത്തിലൂടെ കഥകളിയെ കാണാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു രംഗകലയെ ഒരു വലിയൊരു പ്രഗത്ഭനായിട്ടുള്ളൊരു കലാകാരൻ മൺമറഞ്ഞു പോയാൽ എങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കും? നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പോൾ കാവങ്കൽ ശങ്കരപ്പണിക്കരെ നമ്മളാരും കണ്ടിട്ടില്ല. KPSൻ്റെ ഏറ്റവും വലിയ മോഹം ശങ്കരപ്പണിക്കരെ പറ്റി ഒരു പുസ്തകം എഴുതണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നടന്നില്ല. അങ്ങനെ ശങ്കരപ്പണിക്കരെ പറ്റി കുറേ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് വലിയ നഷ്ടമാണ് അത് നമുക്ക് കിട്ടാതെ പോയത്. അതുപോലെ തന്നെ അതേസമയം തെക്ക് മാത്തൂർ കുഞ്ഞുള്ളപ്പണിക്കർ, അത് ഇന്നത്തെ എത്ര പേർക്ക് അദ്ദേഹത്തിന് പിന്നെ അറിയാമെന്ന് അറിഞ്ഞൂടാ. മാത്തൂർ കുഞ്ഞുള്ളപ്പണിക്കർ ശരിക്കും കേരള ഗ്രാമീണ തുടങ്ങുന്നതിന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് സർദാർ KM പണിക്കർ ക്ഷണിച്ചതിന് പ്രകാരം മഹാകവി വള്ളത്തോൾ ഇവിടെ അവരുടെ ശാലയിൽ തറവാട്ടിൽ കുട്ടനാട്ട് പോവുകയും മാത്തൂരിൻ്റെ പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ കാണുകയും ചെയ്തു. അതിൽ തീരുമാനിക്കുകയാണ് ഇദ്ദേഹമായിരിക്കും ഞാൻ ആരംഭിക്കുന്ന കലാമണ്ഡലത്തിൻ്റെ മുഖ്യ ഗുരുനാഥൻ എന്ന് തീരുമാനിച്ചിട്ടാണ് വള്ളത്തോൾ വരണത്. കാരണം അന്ന് മാത്തൂർ കഥകളി പ്രകാശിക എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത്യപൂർവമായിട്ടുള്ള ഗ്രന്ഥമാണ് മാത്തൂർ എഴുതിയത്. അതിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ മുദ്രാശാസ്ത്രം കരദീപികയാണെന്നും കരദീപികയിൽ ഇന്ന മുദ്രകളാണ് ഉപയോഗിക്കണമെന്ന്. സഹസ്രദീപിക അല്ല, അതിനു മുമ്പ് കരദീപിക ഉണ്ടായിരുന്നു. എന്നാൽ കരദീപികയുടെ ഒറിജിനൽ ടെക്സ്റ്റ് ഇപ്പോൾ കിട്ടാനില്ല. ഈ മാത്തൂരിൻ്റെ ലിഖിതത്തിൽ നിന്ന് മാത്രമേ നമുക്ക് പലതും അതിന് എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാത്തൂരിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് കലാമണ്ഡലം രൂപീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അടുത്തുള്ളത് ടിക്കറ്റ് വെച്ച് കളികൾ പല ഭാഗത്തും അങ്ങനെ നടത്തിയിരുന്ന ആദ്യത്തെ വിദേശയാത്ര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോകണമാണ്. കലാമണ്ഡലം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് 1928 മദ്രാസിൽ കഥകളി ട്രൂപ്പ് കൊണ്ടുപോകണം. അതിൽ മുഖ്യമായിട്ടും നടനായിട്ട് കൊണ്ടുപോയത് മാത്തൂരിനെയാണ്. ഇന്ന് ആരും ഇതൊന്നും സ്മരിക്കില്ല. അതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. മാത്തൂരിനെയാണ് കൊണ്ടുപോയത്. മാത്തൂർ അടുത്ത വർഷം മരിക്കുന്നു. പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് എന്തോ ഒന്ന് മരിക്കുകയാണ്. പിന്നീടാണ് കുഞ്ചുക്കുറുപ്പ് ആശാന, മാത്തൂരിൻ്റെ പ്രധാന ശിഷ്യനായ കുഞ്ചുക്കുറുപ്പ് ആശാന അവിടെ കൊണ്ടുവരുന്നത്. കൂടെ കവളപ്പാറ നാരായണൻ നായരുണ്ടായിരുന്നു. പട്ടിക്കാന്തര രാവണ്യമേനോൻ വരുന്നത് പിന്നീടാണ്. അപ്പോൾ ഈ ഒരു KPS മേനോനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആരാധിച്ചിരുന്നത് കാവുങ്കൽ ശങ്കരപ്പണിക്കരെയും മാത്തൂർ കുഞ്ഞുങ്ങളുടെ പണിക്കരെയാണ്. അതിനെ അദ്ദേഹം ബന്ധപ്പെടുത്തുന്നത് ഇവിടെ കാവുങ്കൽ ശങ്കരപ്പണിക്കർ ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ ഇവിടെ ഒന്നും കളിക്കാൻ പറ്റില്ലല്ലോ ചാത്തിരിക്കുട്ടി വിചാരണയിൽ. ആ സമയത്ത് 2 കൈയും നീട്ടി ശങ്കരപ്പണിക്കരെ സ്വീകരിക്കുന്നത് മാത്തൂരായിരുന്നു. ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ എന്നോടൊപ്പം കൂടാം. അദ്ദേഹം അവിടെയാണ് നല്ല കാലങ്ങളിലൊക്കെ വേഷങ്ങൾ കിട്ടി നടന്നിരുന്നത്. അത് ആ കഥകളി ശൈലിയുടെ വലിയൊരു വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഒരു നിരൂപകനാണ് KPS മേനോൻ. അദ്ദേഹം തുല്യം കഥകളിയുടെ ഞാനിപ്പോൾ എനിക്ക് തുറന്നു തന്നെ പറയാം, എൻ്റെ അനുഭവത്തിൽ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ കഥകളിയുടെ ഇത്രയും ആത്മാർത്ഥമായിട്ട്. കാരണം ഇതിനുവേണ്ടി മാത്രം ജീവിക്കുക, ഇതിനുവേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കുക, ഉള്ള സമ്പാദ്യം മുഴുവൻ തീർക്കുക. അങ്ങനെ അവസാന കാലത്ത് ഒരു നിർത്തിയിലാവുന്നപ്പോഴാണ് കൊടുങ്ങല്ലൂർ വന്നിട്ട് 76-ാമത്തെ വയസ്സിലാണ് അവിടെ ഒരു ഹെഡ് നഴ്സിനെ കല്യാണം കഴിച്ചിട്ട് അവിടെ ജീവിതാവസാനം അവിടെ കഴിച്ചുവിട്ടു. കൊടുങ്ങല്ലൂർ വന്ന ഉടൻ തന്നെ അദ്ദേഹം ആലോചിച്ചത് ഇരിങ്ങാലക്കുട അടുത്താണ് കേട്ടോ. എന്നാൽ പിന്നെ അപ്പോൾ ഞാനവിടെ ഉണ്ടെന്നുള്ള 1982 അപ്പോൾ ഞാനുമായിട്ട് ഒന്നിച്ച് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കാർഡ് അയക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുവെ സ്വഭാവം. കാർഡിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ വിവരിക്കും, ഞാൻ ഇന്നടുത്തുണ്ട് കാണണമെന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ മറുപടി അയക്കും, വരും. പിന്നെ ഞങ്ങളൊരു കരാറിലെത്തി എല്ലാ ഞായറാഴ്ചയും. കാരണം ഇദ്ദേഹം ചാക്യാന്മാരെ കുറിച്ച് മാർഗി സൊവനീറിലൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായൊരു ചിത്രം നമുക്ക് ഇതുപോലെ തന്നെ ഈ കൂടിയാട്ട കലാകാരന്മാർ അറിയപ്പെടുന്ന ആളുടെ പറ്റിയൊക്കെ ലഭ്യമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അങ്ങയുടെ ഭാഷയിൽ എഴുതിയാൽ കൂടിയാട്ടത്തിന് വളരെ ഉപകാരപ്രദമാകും. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, എല്ലാ ഞായറാഴ്ചയും ഇരിങ്ങാലക്കുട വരാം. എനിക്കൊരു അരമണിക്കൂർ സമയം മാതൃശേഖരായിട്ട് കിട്ടത്തക്കൊണ്ടുള്ളൊരു സംവിധാനം ചെയ്യണം. അപ്പോൾ വരും. അത് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നടന്നേ വരുള്ളൂ. അന്ന് ഈ ഓട്ടോറിക്ഷയൊന്നും ഇല്ലല്ലോ. നടന്നു വരും, എൻ്റെ വീട്ടിൽ വരും ആദ്യം. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് മാതൃശേഖർ ഊണൊക്കെ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞിട്ട് എണീക്കുന്ന ആ സമയത്ത് ഞങ്ങളോട്ട് എത്തും. നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് കുറേ അരമണിക്കൂർ സംസാരിക്കും, എഴുതിയെടുക്കും. തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ തിരിച്ച് നടന്നങ്ങ് പോകും. അപ്പം ഇങ്ങനെ കുറേ കാലം അദ്ദേഹം 2 വർഷത്തോളം ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് അദ്ദേഹം ആ കഥകളി കൂടിയാട്ട കലാകാരന്മാരെ പറ്റി ഒരു പുസ്തകം പൂർത്തിയാക്കിയത്. അത് നിർഭാഗ്യവശാൽ അതിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കാരണം അത് പബ്ലിക് റിലേഷൻസിൽ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അതിന് മാനസ്ക്രിപ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നീട് അത് എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ള ആർക്കും അറിയില്ല. പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. KPS മേനോൻ്റെ ഒരു കൃതി പ്രസിദ്ധീകരിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ മഹാനഷ്ടമാണ്. എത്ര കാലം വളരെ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഈ രീതിയിൽ ഇപ്പോൾ കാവുങ്കൽ ശങ്കരപ്പണിക്കരെ പറ്റി പറഞ്ഞ വാക്കുകൾക്ക് എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം അദ്ദേഹത്തിന് വാചാലനാണ്. അതുപോലെ കാവുങ്കൽ കളരിയെപ്പറ്റി, പട്ടിക്കാന്തടിയെക്കുറിച്ച് ഒക്കെ അവസാന കാലത്താണ്. ചെങ്ങന്നൂർ രാമപിള്ളയുടെ ആത്മകഥ എഴുതാനുള്ള ഒരു കാരണം മാത്തൂരാണ്. മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കരുടെ ശിഷ്യൻ കൂടെയാണ് ചെങ്ങന്നൂർ. അപ്പോൾ മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കർ ജീവിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേഷങ്ങളൊക്കെ. പക്ഷെ അന്ന് എഴുതാൻ പറ്റിയില്ല. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം. 60 ദിവസം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു.
അതുകൊണ്ട് ഇതിനത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ആ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളുടെ എഴുതണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെങ്ങന്നൂർ രാമപിള്ളയുടെ ജീവചരിത്രം. പക്ഷേ ലോക രംഗകലാ ചരിത്രത്തിൽ ഞാനിത് പലയിടത്തും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കലാകാരനെപ്പറ്റി ഇത്രയും ആധികാരികമായിട്ടുള്ളൊരു ഗ്രന്ഥം എങ്ങും ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഈ രംഗകലാകാരന്മാർക്ക് ഒരു വിലയില്ലാത്തത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിജിൻസ്കി, റഷ്യൻ നർത്തകൻ, എത്ര ആത്മാർത്ഥതയുണ്ട് അദ്ദേഹം. ഇപ്പോഴും നല്ല ഭംഗിയായിട്ടത് ആളുകൾ വായിക്കുന്നുണ്ട്. നിജിൻസ്കിയെ പറ്റി ഭാര്യ എഴുതിയത്, റൊമാല എഴുതിയത്, നിജിൻസ്കിയെ പറ്റി നിജിൻസ്കിയുടെ ഒരു പ്രൊമോട്ടറായിരുന്ന ഡയക്കിലെ ഇവരെക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയത്, ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സംസ്കാരമേ ഇല്ല. KPS ആദ്യം തുടങ്ങി വെച്ചത്. അതിനുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു കലാകാരനെ പറ്റി എഴുതിയാൽ ഞാൻ കേട്ടിട്ടില്ല. ഈ ക്ലാസിക്കൽ കലകൾ, പ്രത്യേകിച്ച് കഥകളിയുടെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഥകളി ക്ലബ്ബുകളുടെ ആവിർഭാവം, ഇവിടെ ഒരു ഇരിങ്ങാലക്കുട ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് നേൾക്കൂത്തിൻ്റെ അട്ടക്കഥാകൃത്ത് കൃഷ്ണൻ തമ്പി, നടുവരമ്പാറ്റൊക്കെ എന്താ ബന്ധമുള്ളത്. അദ്ദേഹം അത് KPS രേഖപ്പെടുത്തിയിട്ടുള്ളത്. കീരിക്കാട്ട് കൊച്ചുവേലു എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു. അത്ഭുത തോട്ടം ശങ്കരൻ നമ്പൂതിരി, കീരിക്കാട്ട് കൊച്ചുവേലു, അവരൊക്കെ അത്ഭുതങ്ങളായിരുന്നു, ലെജൻസായിരുന്നു. കീരിക്കാട്ട് കൊച്ചുവേലിപ്പിള്ളയുടെ അഭിനയം, പ്രത്യേകിച്ചും കണ്ണിൽ കേന്ദ്രീകരിച്ച അഭിനയം കാണാൻ വേണ്ടി ഇദ്ദേഹത്തിന് അതിയായ മോഹമുണ്ടായി. ഇനി ഇത് മറ്റുള്ളവരും കാണണം എന്ന് കരുതിയിട്ട് ആണ് ആദ്യത്തെ കഥകളി ക്ലബ്ബ്. അത് അന്നത്തെ കാലത്ത് 10 പണം മറ്റോ പിരിച്ചാണ് അത് നടത്തിയിരുന്നത്. അതിൻ്റെ ഡേറ്റും എല്ലാം KPS ശേഖരിച്ച് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിരിക്കാട്ട് കൊച്ചുവേലിപ്പിള്ളയുടെ അഭിനയം ചൊല്ലിയാട്ടം കാണിക്കാൻ വേണ്ടി ഒരു ക്ലബ്ബ് തിരുവനന്തപുരത്ത് തുടങ്ങി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കളി നടക്കുമ്പോൾ അവിടെ വരെയൊക്കെ വരുമല്ലോ. അതിൻ്റെ കളി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഈ ചൊല്ലിയാട്ടം ആരംഭിക്കുകയാണ്. ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് KPS. അതാണ് അതിൻ്റെ ഒരു അത്ഭുതം. അല്ലെങ്കിൽ കിരിക്കാട്ട് കൊച്ചുവേലിപ്പിള്ള ആരാ അറിയാൻ പോണത് ഇപ്പോൾ ഇന്ന്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ കഥകളി ക്ലബിൻ്റെ സ്ഥാപകൻ, അപ്പോൾ എൻ്റെ ആശാൻ്റെ അച്ഛനാണ് കിരിക്കാട്ട് കൊച്ചു. അദ്ദേഹം വളരെ 50-ാമത്തെ വയസ്സിലായിട്ട് മരിച്ചുപോയി. അദ്ദേഹത്തിനും ജീവിതത്തിൽ കൃത്യനിഷ്ഠയൊന്നുമില്ലായിരുന്നു. മദ്യപാനമൊക്കെ ധാരാളം ഉണ്ടായി. അങ്ങനെയൊക്കെയാണ് മരിക്കാൻ കാരണം. അതുപോലെ ഓരോ കലാകാരന്മാരെ നിരീക്ഷിച്ച് അവരുടെ ഗുണഗണങ്ങളൊക്കെ ഭംഗിയായിട്ട് അത് രേഖപ്പെടുത്താനുള്ളൊരു വളരെ അദ്ദേഹം പൊതുവേ പട്ടിക്കാതിൻ്റെ വലിയ ബഹുമാനമാണ്. പട്ടിക്കാതിൻ്റെ ജീവിതത്തിൽ എഴുതണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ചെങ്ങന്നൂർ ആശാൻ്റെ അത് വളരെ കൃത്യമായിട്ട് ഒരു വടക്കൻ രാമനാട്ടുകര ജനിച്ച കോഴിക്കോട്ടുകാരനായ ഒരു മേനോനാണ് ഇത് എഴുതിയത് നമുക്ക് ഒരിക്കലും തോന്നില്ല. ചെങ്ങന്നൂർ രാമപിള്ള ആശാൻ്റെ ജീവിതത്തിലെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കുട്ടനാടിൻ്റെ സംസ്കാരം മുഴുവൻ ഉൾക്കൊണ്ട് അതിനുശേഷം രാമപിള്ള ആശാൻ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് രാമപിള്ള ആശാനെ മാത്രമല്ല, രാമപിള്ള ആശാൻ്റെ ഈ ഇതിൽ കൂടെ നമ്മൾ രാമപിള്ള ഉദാഹരണത്തിന് ഒരു കഥകളി പ്രേമിയായിരുന്നു. അദ്ദേഹം ഒരു സംഘാടകനായിട്ട് നടത്തിയ ഒരു കഥകളിയുടെ ഒരു ചിത്രീകരണമുണ്ട്. ഏത് രീതിയിലാണ് രാമപിള്ള കഥകളിയായിട്ട് ബന്ധപ്പെട്ടിരുന്നത് നമുക്ക് ആൾക്കാർ അറിയാവുന്നത്. ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ അദ്ദേഹം ശേഖരിച്ചു, എഴുതി, അവസാനം വരെ പണിയെടുത്തു. അതിനനുസരിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് പല ബഹുമതികളൊക്കെ കിട്ടാൻ എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. സാമ്പത്തിക സഹായമൊക്കെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവാണ് റഷ്യൻ അംബാസിഡറായിരുന്ന സാക്ഷാൽ KP. ഇപ്പോഴും KPS മേനോൻ സംശയങ്ങൾ പലരും ഉണ്ടാകാറുണ്ട്. ഈ KPS മേനോൻ്റെ ജീവചരിത്രം തന്നെ ഇപ്പോൾ ചെങ്ങന്നൂർ രാമപിള്ളയുടെ ആശാൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ മറ്റേ റഷ്യൻ സ്ഥാനപതി ആയിരുന്ന KPS മേനോൻ്റെ ചിത്രമാണ് അവർ കൊടുത്തത്. ഞാനാണത് തെറ്റിപ്പോയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കലാനിരൂപണത്തിൽ ഇവിടെ രാജാനന്ദനൊക്കെ ഉണ്ട്. ഈ കാലഘട്ടത്തിൽ അവരെ ഞാൻ താഴ്ത്തി പറയല്ല. പക്ഷേ KPS വലിയൊരു മാതൃകയായിരുന്നു. അദ്ദേഹത്തിന് തെക്ക് വടക്ക് ഭേദമില്ല, ജാതിമത ഭേദമില്ല. കഥകളി എന്നുള്ള ആ വികാരം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ അവതരിപ്പിച്ചത്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കലാമണ്ഡലം മാധവൻ എന്ന കലാകാരനെ കുറിച്ചൊരു പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. പൊതുവേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ കിട്ടിയിട്ടുള്ളൊരു നടനാണ് ഈ കലാമണ്ഡലം മാധവൻ. എൻ്റെ ഒരു സുഹൃത്ത് വിനോദ് ഗോപാലകൃഷ്ണൻ ഈ മാധവനെക്കുറിച്ചൊരു വലിയൊരു ഗവേഷണം നടത്തി. അദ്ദേഹം ഒരു ബാങ്കറാണ്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പോകുമ്പോൾ
അവിടെയൊക്കെ അന്വേഷണം നടത്തി. മൈക്കിൾ ചക്കോ എന്ന് പറഞ്ഞ സ്റ്റാനിസ്ലാവ്സ്കിയുടെ പ്രധാന ശിഷ്യനാണ്. അദ്ദേഹത്തിനെ എങ്ങനെ മാധവനായിട്ട് ഇൻറ്ററാക്ട് ചെയ്തു, അതൊരു വലിയൊരു സംഭവമാണത്. മാധവൻ പിന്നെ മാധവൻ്റെ അഭിനയം കണ്ടിട്ട് ലണ്ടനിലെ ഒരു വലിയ പ്രധാനപ്പെട്ട അന്നത്തെ കാലത്തുള്ള ഒരു ന്യൂസ് പേപ്പർ ഒരു ഫുൾ പേജ് കവറേജ് കൊടുത്തു, ഫുൾ പേജ് ഫോട്ടോഗ്രാഫ്. അത് കണ്ടിട്ടാണ് മൈക്കിൾ ചെക്കോവ് മാധവനെ സമീപിക്കുന്നത്. പക്ഷെ ഇതൊന്നും ലോകത്താർക്കും അറിയില്ല. ഇതിനിവിടെ വേറൊരു സംഭവം കൂടെ ഞാൻ അതിൻ്റെ അനുബന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കും. എനിക്കറിയില്ല അതിൻ്റെ തിരക്കഥാകൃത്ത് ആരാണെന്നുള്ളത്. എനിക്ക് ഒരു ഞെട്ടലുണ്ടാക്കി. കാരണം ഒരു സിനിമ കണ്ടു മലയാളത്തിൽ, പരിണയം എന്നിട്ടാണ്. അതിൽ തിരക്കഥാകൃത്ത് ആരാണെന്ന് എനിക്കറിയില്ല. അത് കാവുങ്കൽ ശങ്കരപ്പണിക്കരായിട്ടുള്ള ബന്ധമാണ്. താത്രിക്കുട്ടിയുടെ ഒരു കഥയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ മദ്യപാനിയായിട്ടുള്ള കഥകളിക്കാരന് മാധവൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. വല്ല ആവശ്യമുണ്ട് മാധവൻ? ആരാ അത്? വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാവരെ പറ്റി എഴുതിയിട്ടുണ്ട്. ശിവരാമനെ പറ്റി എഴുതിയിട്ടുണ്ട്. ആദ്യകാല വിദ്യാർത്ഥികൾ 8 പേരെക്കുറിച്ചും വള്ളത്തോളിന് തൃപ്തിയില്ലായിരുന്നു. അതൊരു സംഘാടകൻ്റെ ഒരു പ്രത്യേക സ്ഥിതിയിലാണ്. പക്ഷേ ആ മാധവനല്ല ഈ മാധവൻ. താത്രിക്കുട്ടിയുടെ ഇതിൽ എല്ലാവർക്കും അറിയാം കാവുങ്കൽ ശങ്കരപ്പണിക്കരാണ്. ഈ മാധവൻ അതുകൊണ്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അത് വളരെയധികം മാധവനെ ദുഷ്കൃത്യമാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ആരോട്ട് ഓർമ്മിക്കണമെന്ന് ഞങ്ങൾ ഈ ഒരു സെമിനാർ സംഘടിപ്പിക്കാനുള്ള കാരണം അതാണ്. എല്ലാവർക്കും മാധവനായിട്ട് തട്ടിക്കളിക്കാം. പക്ഷെ മാധവൻ ആരായിരുന്നു? ഹി വാസ് റിയലി വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് കേരള കലാമണ്ഡലം. ആദ്യ ബാച്ചിൽ അന്ന് പഠിച്ചിരുന്നവർ ഈ മാധവൻ ആയിരുന്നു സീനിയർ. പിന്നെ പിൽക്കാലത്ത് ഗോപിനാഥൻ പിള്ള, പിന്നീട് അദ്ദേഹം ഗുരു ഗോപിനാഥായി. പിന്നെ ആനന്ദ ശിവറാം, അന്ന് ശിവരാമനാണ്, എഴിക്കര ശിവരാമനാണ് ആനന്ദ ശിവറാമായത്. പിന്നെ നീലകണ്ഠൻ നമ്പീശൻ, പിന്നെ ഒരു ജയശങ്കർ, പിന്നെ അത് അങ്ങനെ 8 പേരാണ്. കൃഷ്ണനായർ, യെസ്, സാക്ഷാൽ കൃഷ്ണനായർ, കലാമണ്ഡലം കൃഷ്ണനായർ. കേളുനായർ, യെസ്. അപ്പോൾ ഇതിൽ കൃഷ്ണനായരും മാധവനും കൂടെ താരതമ്യപ്പെടുത്തുമ്പോൾ അത് KPS പറഞ്ഞിട്ടുള്ളതാണ്. മാധവനായിരുന്നു നമ്പർ 1. പക്ഷേ കൃഷ്ണരാശാൻ മറ്റുള്ളവരൊക്കെ ഈ കൂടുതൽ അന്നത്തെ അവസരം അതാണ്. അവരെ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഉദ്ദേശങ്ങളുടെ കൂടെ പോയി ലോകം കീഴടക്കി ഉദ്ദേശങ്ങളിലെക്കാൻ വലിയ നർത്തകരെന്നുള്ള ഖ്യാതി ഉണ്ടായി, കഥകളിക്ക് പേരും ഉണ്ടാക്കി. അവരിത് കുറ്റം പറയണ്ട. അവർ ആ കാലഘട്ടത്തിലെ ധർമ്മമാണ് അനുഷ്ഠിച്ചത്. അത് KPS ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, KPS വിമർശിച്ചിട്ടുള്ളൂ. പക്ഷേ മാധവൻ എന്നുള്ള വിദ്യാർത്ഥി കഥകളി രംഗത്ത് നിന്നിരുന്നെങ്കിൽ കൃഷ്ണനായർ പോലും ഒന്നും ആവില്ലായിരുന്നു എന്ന് KPSൻ്റെ എന്നോട് പറഞ്ഞിട്ടുള്ള നിരീക്ഷണം. ഇതൊക്കെയാണ് KPS-നെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. മഹാനായൊരു കലാനിരൂപകൻ തന്നെയാണ്. നിരൂപണം മാത്രമല്ല, കലയെ സ്നേഹിച്ചിരുന്ന ആത്മാർത്ഥമായിട്ട് ഈ പാശ്ചാത്യ ലോകത്ത് രംഗകലകളിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരുടെയും ജീവചരിത്രങ്ങൾ നമുക്ക് അവൈലബിളാണ് ഇന്നും. പക്ഷെ ഇവിടെ ആ ഒരു പ്രവണത ഇനിയും ഉണ്ടായിട്ടില്ല. കലാകാരന്മാരെ സ്നേഹിച്ചുകൊണ്ട് ഈ നിരൂപണം എഴുതാനുള്ള ഒരു താല്പര്യം, അതിൽ തെക്ക് വടക്ക് ഭേദമില്ലാതെ കൊണ്ടുവരുന്നൊരു മഹാനാണ് KPS മേനോൻ. അദ്ദേഹത്തിനെ അനുസരിച്ചുകൊണ്ട് 2 പുസ്തകങ്ങൾ ഈയിടെ വന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന അജയ്കുമാറിൻ്റെതാണ്. ഇത് കാണി എന്നുള്ള വളരെ നല്ലൊരു പുസ്തകം, വളരെ അതിഗംഭീരമായിട്ടുള്ള പുസ്തകമാണ്. പിന്നെ ഒന്ന് ചെങ്ങന്നൂർ രാമപിള്ളയുടെ ജീവചരിത്രമാണ് KPS എഴുതിയത്. അതിപ്പം അടുത്ത കാലത്ത് പുനഃപ്രസിദ്ധീകരണം നടത്തിയിട്ടുണ്ട് ചെങ്ങന്നൂർ. അപ്പം അങ്ങനെയൊക്കെ ചില ഇതുണ്ടാവണമെങ്കിലും വേണ്ട രീതിയിൽ KPS-നെ നമ്മൾ ഇനി അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കലാകാരന്മാരുമായിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള സംസർഗവും അവിടുന്ന് കിട്ടുന്ന പ്രചോദനങ്ങളും അറിവുകളും ഒരു രംഗകല എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് വേണുജിയുടെ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ വളരെ കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിലും പ്രൗഢോജ്വലങ്ങളായ ആ ഒരു അറിവുകൾക്ക് പകർന്നു നൽകിയ വേണുജിക്ക് കഥകളി ക്ലബ്ബ് നന്ദി പറയുന്നു. ഒപ്പം അടുത്തതായി പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ സെമിനാറിൻ്റെ പ്രഭാഷണത്തിലേക്കായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നത് ഡോക്ടർ അജയ്കുമാറാണ്. നിലവിലെ കേരള കലാമണ്ഡലത്തിൻ്റെ ഡീൻ അംഗവും ഭരണസമിതി അംഗവുമായ
അദ്ദേഹം കേരള കാലടി യൂണിവേഴ്സിറ്റിയിലെ റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ്. KPS മേനോനുമായി ബന്ധപ്പെട്ട് വളരെ ആധികാരികമായ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയും ഒരുപക്ഷെ KPS മേനോനെ ഇത്ര അധികം ആഴത്തിൽ പഠിച്ചിട്ടുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ അജയ്കുമാർ. അദ്ദേഹത്തെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ പ്രഗത്ഭരായ പലരുമുണ്ട്, സുഹൃത്തുക്കളുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ കഥകളി ക്ലബ്ബിൽ 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് KPS മേനോനെ അനുസ്മരിക്കുന്ന ഒരു സെഷൻ വെച്ചത് വളരെ ഉചിതമായി. അതിന് കാരണം ശ്രീ വേണുജിയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. KPS മേനോനെ വളരെ നേരത്തെ മുതൽ അദ്ദേഹത്തിൻ്റെ കഥകളി രംഗം വായിച്ചത് മുതൽ അദ്ദേഹത്തിൻ്റെ രചനകളോടും സമീപന രീതികളോടും എനിക്ക് താല്പര്യം തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ പുസ്തകങ്ങളെപ്പറ്റി കഴിയുന്നത് പോലെ പരിചയപ്പെടുത്തുന്ന ഒരു ലഘു പുസ്തകം എഴുതാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തെപ്പറ്റി വ്യക്തിപരമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവരും സംസാരിച്ചിട്ടുള്ളവരും നിശ്ചയമായിട്ടും ഈ സദസ്സിലുണ്ടാവും. പുസ്തകങ്ങളിലൂടെ മാത്രമാണ് പരിചയം. എന്താണ് അദ്ദേഹത്തിൻ്റെ കലാനിരൂപണത്തിൻ്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മലയാളത്തിൽ കലാനിരൂപണപരമായിട്ട് 20-ാം നൂറ്റാണ്ട് എടുത്താൽ മതി, അതിനു മുമ്പുള്ള ശാസ്ത്രീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, ധാരാളം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ മിക്കവാറും അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ ഒരു നോട്ടം സാഹിത്യ കേന്ദ്രീകൃതമായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. അത് ആധുനിക കാലത്ത് പൊതുവെ സൗന്ദര്യത്തിൻ്റെ ഒരു സത്തയായിട്ട്, അതിൻ്റെ ഒരു സാരമായിട്ട് സാഹിത്യത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ് വന്നിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രൊഫസർ M. അച്യുതൻ, അദ്ദേഹം വലിയ പണ്ഡിതനും അധ്യാപകനുമാണ്, നിരൂപകനാണ്. അദ്ദേഹം പാശ്ചാത്യ സാഹിത്യ ദർശനം എന്ന പേരിൽ ഈ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലുള്ള പാശ്ചാത്യ സൗന്ദര്യശാസ്ത്രജ്ഞരെ സംബന്ധിച്ച്, അവരുടെ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ധാരാളം വിദ്യാർത്ഥികൾ ഇന്നും ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. ഞങ്ങളൊക്കെ അത് പഠിച്ചു വന്നവരാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അത് സാഹിത്യത്തിൻ്റെ മേന്മ, സാഹിത്യകലയുടെ മേന്മ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്, ജീവിതത്തിൻ്റെ അതിരില്ലാത്ത, എതിരില്ലാത്ത, വളരെ വിസ്തൃതമായ, വിശാലമായ എല്ലാ അംശങ്ങളും ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് സാഹിത്യത്തിലാണ്. അതുകൊണ്ട് എല്ലാ കലകളും സാഹിത്യത്തിൻ്റെ പദവി ആർജിക്കുകയാണ് വേണ്ടത്. ഇങ്ങനൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കലകളും സംഗീതത്തിൻ്റെ ഒരവസ്ഥ പ്രാപിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്ന് റൊമാൻറ്റിക് കാലഘട്ടത്തിൽ, കാൽപ്പനികതയുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു. ഏതായാലും M. അച്യുതൻ്റെ ഈ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എന്നുള്ളതിൽ ഉപരിയായിട്ട്, കേരളത്തിൽ ഒരു കാലത്ത് എല്ലാ കലകളെയും സമീപിച്ചിരുന്ന പലരുടെയും ഒരു മനോഭാവമായിട്ട് നമുക്ക്, അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്കെടുക്കാൻ സാധിക്കും. മിക്കവാറും കലാനിരൂപണങ്ങളും ആസ്വാദനങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു അവസ്ഥയിലേക്ക് ചായുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. എല്ലാം അടച്ച് പറയല്ല എങ്കിലും KPS മേനോൻ്റെ കലാനിരൂപണ രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം അങ്ങനെ അല്ല ചെയ്യുന്നത്. സാഹിത്യത്തെ മാനദണ്ഡമാക്കിക്കൊണ്ട് മറ്റ് കലകളെ നിരൂപണം ചെയ്യുന്ന അല്ലെങ്കിൽ ആസ്വദിക്കുന്ന രീതിയല്ല ഉള്ളത് എന്ന് മാത്രമല്ല, ആ രീതിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. കലകൾ തമ്മിൽ താരതമ്യപ്പെടുത്തി അതിൻ്റെ മേലുകീഴുകൾ നിർണ്ണയിക്കുന്നതിൽ കാര്യമില്ല. വാസ്തവത്തിൽ ഈ കാര്യം കേസരി ബാലകൃഷ്ണപിള്ള വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും കേസരിയുടെ പല ആശയങ്ങളും എന്നതുപോലെ ഈ ആശയവും കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടില്ല. കേസരി പറയുന്നുണ്ട്, വ്യത്യസ്ത പ്രസ്ഥാനങ്ങളിൽപ്പെട്ടിട്ടുള്ള രൂപങ്ങളെ, കലാരൂപങ്ങളെ തമ്മിൽ താരതമ്യപ്പെടുത്തി അതിൽ ഒന്നാം തരം രണ്ടാം തരം നിർണ്ണയിക്കുന്നതിൽ അർത്ഥമില്ല.
നേരെ മറിച്ച് ഒരു പ്രസ്ഥാനത്തിൽ തന്നെയുള്ള കൃതികളെയോ ഒരു പ്രസ്ഥാനത്തിൽ തന്നെയുള്ള കലാരൂപങ്ങളെയോ താരതമ്യപ്പെടുത്തിയിട്ട് അതിൽ നല്ലതേതാണ്, ചീത്ത ഏതാണ്, അതിൽ ഒന്നാം തരം ഏതാണ്, രണ്ടാം തരം ഏതാണ് എന്ന് പറയുകയാണ് വേണ്ടത്. ആ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. കാരണം ഏത് കലാരൂപമായാലും ഏത് സാഹിത്യരൂപമായാലും ഏത് ആവിഷ്കാര രൂപമായാലും അതിന് അതിൻ്റെ ആ ഒരു പരിസ്ഥിതിയിൽ ഒരു മൂല്യമുണ്ട്, അതിനൊരു നിലനിൽപ്പുണ്ട്. ആ നിലയ്ക്ക് ഓരോ കലാരൂപത്തെയും സവിശേഷമായി മനസ്സിലാക്കുകയും അതിന് ഇണങ്ങിയ വ്യാകരണം കൊണ്ട് അതിൻ്റേതായ മാനദണ്ഡങ്ങൾ കൊണ്ട് അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സമീപന രീതിയാണ് KPS പുലർത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കഥകളി രംഗം തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഥകളി രംഗം തന്നെയാണ്. കഥകളി രംഗം 1957 ഡിസംബറിലാണ് അതിൻ്റെ 1ാം പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. 1950-കൾ എന്ന് പറയുന്നത് ഏത് കാലത്തെപ്പറ്റി നമുക്ക് പറയാം ഒരു പരിവർത്തന ഘട്ടമാണെന്ന്. എങ്കിലും 50-കൾ കുറച്ചുകൂടി ഒരു പ്രധാനപ്പെട്ട പരിവർത്തന ഘട്ടമായിട്ട് നമുക്ക് പറയാം. ഒന്ന്, ഐക്യ കേരളം യാഥാർത്ഥ്യമായി. അതിനു വേണ്ടിയിട്ട് ഏതാണ്ട് 30-കൾ മുതലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നിരുന്നു. അത് യാഥാർത്ഥ്യമായി തീർന്ന ഒരു ദശകമാണ് 50-കൾ എന്ന് പറയുന്നത്. കേരളം അതിനു മുമ്പ് തന്നെ ഭാഷാഭൂഷണി സഭയുടെയും സാഹിത്യ പരിഷത്തിൻ്റെയും ഒക്കെ പ്രവർത്തന ഫലമായി ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും കലകളുടെയും കാര്യത്തിൽ ഒരു ഐക്യ കേരളം നിലനിന്നിരുന്നുവെങ്കിലും നിയമപരമായി ഒരു ഐക്യ കേരളം രൂപപ്പെട്ടത് പുതിയ ചില ഉന്മേഷങ്ങളെയും പ്രതീക്ഷകളെയും ഉയർത്തിവിട്ടു എന്ന് പറയാം. ഈ കാലത്താണ് അദ്ദേഹത്തിൻ്റെ കഥകളി രംഗം പുറത്തു വരുന്നത്. ഇതിനു മുമ്പും അതിന് ശേഷവുമായിട്ട് കഥകളിയെ തന്നെ മുൻനിർത്തിയുള്ള പല രചനകളും വന്നിട്ടുണ്ട്. അത് നടന്മാരുടെ പക്ഷത്തു നിന്നുണ്ടായിട്ടുണ്ട്, ആസ്വാദകരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ പക്ഷത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പലതിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കഥകളിയെ നാട്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നാട്യശാസ്ത്ര വിരുദ്ധമായിട്ടുള്ള പലതും കഥകളിയിലുണ്ട്, യുദ്ധം പോലെ വധം പോലെയൊക്കെ. അതുകൊണ്ട് കഥകളിക്ക് നാട്യശാസ്ത്രത്തിൻ്റെ ഒരു അടിത്തറ അത്ര കണ്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്ന് നാട്യശാസ്ത്ര വിരുദ്ധതയുടെ പേരിൽ കഥകളിയെ വിലയിരുത്തുന്ന ഒരു സമീപന രീതിയുണ്ട്. അതേസമയം തന്നെ നാട്യശാസ്ത്രാനുസാരിയായ പലതും കഥകളിയിലുണ്ട്. അതുകൊണ്ട് കഥകളി നാട്യശാസ്ത്ര വിരുദ്ധമല്ല, നാട്യശാസ്ത്രത്തോട് യോജിച്ച് നിൽക്കുന്ന ഒന്നാണ് എന്ന്. എന്തായാലും ശരി, നാട്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ പ്രമാണ പാഠത്തെ ആസ്പദമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ തനതായ ഒരു കലാരൂപത്തെ വിലയിരുത്താനുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നു വന്നു. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം നിർവഹിക്കാനുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ഐക്യകേരളം യാഥാർത്ഥ്യമായതോടുകൂടി കേരളം എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ തനിമയെയും അസ്തിത്വത്തെയും നിർണ്ണയിക്കുന്നതിൽ ഒരു അഖിലേന്ത്യാ പാഠത്തിൻ്റെ പിന്തുണ പ്രധാനമാണ് എന്ന് കാണുന്ന, അല്ലെങ്കിൽ അത് വളരെ പ്രസക്തമാണ് എന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട്. കൃത്യമായിട്ട് 50-ലുണ്ടായി എന്നല്ല, അതിനു മുമ്പുള്ള ചില രചനകളിലും ഇത് കാണാൻ സാധിക്കും. എന്താണ് ഈ കാര്യം ഇവിടെ എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ, KPS മേനോൻ്റെ നിരൂപണങ്ങൾ നോക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് ഇത് ഒരു വിഷയമേ അല്ല. നാട്യശാസ്ത്രാനുസാരിയാണോ നാട്യശാസ്ത്ര വിരുദ്ധമാണോ എന്നുള്ള ഒരു പരിഗണന പോലും അദ്ദേഹം കഥകളി മനസ്സിലാക്കുന്നിടത്ത്, കഥകളി ആസ്വദിക്കുന്നിടത്ത് നടത്തുന്നില്ല. നേരെ മറിച്ച് കഥകളി എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ഗ്രാമീണമായ അന്തരീക്ഷങ്ങളിൽ, കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ പകൽ മുഴുവൻ അധ്വാനിക്കുന്ന മനുഷ്യർ അവരുടെ വേർപ്പൊഴുക്കി രൂപപ്പെടുത്തിയെടുക്കുന്ന ചലനങ്ങളും മുദ്രകളും നിലകളും ഒക്കെ വികസിച്ച് പരിണമിച്ച് സംവിധായകത്വത്തോടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുന്ന ഒന്നാണ് കഥകളി എന്ന്, അതിൻ്റെ ചരിത്രത്തെ അതിനുള്ളിൽ നിന്ന് തന്നെ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് KPS നടത്തുന്നത്. ഇപ്പോൾ കഥകളി രംഗത്തിൻ്റെ ആദ്യത്തെ 4 അധ്യായങ്ങൾ ശരിക്കും അതിൻ്റെ ഉത്ഭവ വികാസങ്ങളെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളാണ് അതിൽ പറയുന്നതെന്ന് മനസ്സിലാക്കാം. അത് ചിട്ട എന്ന് പറയുന്നത് അതിൽ പ്രധാനമാണെന്നും, ചിട്ട എന്ന് പറയുന്നത് വളരെ പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല, അത് പരിണമിച്ചുണ്ടാകുന്നതാണ് എന്നുമുള്ള വളരെ വിവേകപൂർണമായ ഒരു കാഴ്ചപ്പാട് കഥകളി രംഗത്തിൻ്റെ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതിൽ കപ്ലിങ്ങാടൻ പരിഷ്കാരം വരെയാണ് ഈ പറഞ്ഞ 4 അധ്യായങ്ങളിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ കപ്ലിങ്ങാടിൻ്റെ പരിഷ്കാരങ്ങൾ വന്നതോടുകൂടി കഥകളി ഏതാണ്ട് പൂർണ്ണതയെ പുൽകി നിൽക്കുന്ന ഒരു കലയായി മാറി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അത്ര ആഴത്തിലുള്ള പരിവർത്തനങ്ങൾ കഥകളിയിൽ നടന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം പിന്നീടുള്ള അധ്യായങ്ങൾ അദ്ദേഹം നടന്മാരെ കേന്ദ്രീകരിച്ചിട്ടാണ് പറയുന്നത്. അധ്യായങ്ങൾക്ക് ശീർഷകം കൊടുക്കുന്നത് ആ കാലത്തെ പ്രധാനപ്പെട്ട നടനെ കേന്ദ്രീകരിച്ചിട്ടാണെന്ന് മാത്രമല്ല, അതിൽ വിശദീകരിക്കുന്നതും നടന്മാരെ, പിന്നെ പാട്ടുകാരും മേളക്കാരും ഉണ്ട്, എങ്കിലും പ്രധാനമായിട്ട് നടന്മാരെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ ഈ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ അദ്ദേഹം കഥകളിയുടെ ഒരു ഉത്ഭവ വികാസങ്ങളെ പരിചരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കുമ്പോൾ ഒരിടത്തും അദ്ദേഹം അതിന് ഒരു അഖിലേന്ത്യാ പാഠമോ അല്ലെങ്കിൽ നാട്യശാസ്ത്രം പോലെയുള്ള ഒരു പ്രമാണ പാഠമോ ആസ്പദമാക്കുന്നില്ല എന്നും, നേരെ മറിച്ച് അത് കേരളത്തിൻ്റെ തന്നെ ജീവിത പരിതസ്ഥിതികളിൽ നിന്ന്, ഗ്രാമീണമായ ജീവിത പരിതസ്ഥിതികളിൽ നിന്ന് എന്ന് തന്നെ പറയാം, ഉരുവം കൊണ്ടുവന്നതാണ് എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയാണെന്ന് വാച്യമായി പറയല്ല, നേരെ മറിച്ച് നമുക്കത് വായിക്കുമ്പോൾ അതാണെന്ന് മനസ്സിലാവും. ഇത് നമ്മുടെ കലാരൂപങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കർണാടക സംഗീതത്തെപ്പറ്റി നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. കാരണം കർണാടക സംഗീതം നിശ്ചയമായിട്ടും അത് കർണാടക സംഗീതം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യൻ സംഗീതത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു ചേർന്നതാണ് ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട്. അതിനെ നമുക്ക് അങ്ങനെ സമീപിക്കാൻ കഴിയില്ല. പക്ഷേ കഥകളിയെയും കൂടിയാട്ടത്തെയും നമുക്ക് അങ്ങനെ സമീപിക്കാൻ കഴിയും. അങ്ങനെ ഒരു കാഴ്ചപ്പാട് പുലർത്തി എന്നത് KPS മേനോൻ്റെ കലാനിരൂപണത്തിൻ്റെ, പ്രത്യേകിച്ചും കഥകളി നിരൂപണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് മാത്രമല്ല, 50കളിൽ ഇറങ്ങിയ ഈ പുസ്തകത്തിൽ അതിൻ്റെ ഒരു സമീപന രീതി നിർണ്ണയിക്കുന്ന 3-4 കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്ന്, ഈ കലയെ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? പ്രമേയനിഷ്ഠമായിട്ടാണോ കലയെ ആസ്വദിക്കുന്നത്, അതോ കലാരൂപത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ? പലപ്പോഴും കലാനിരൂപണങ്ങളിൽ കണ്ടുവരുന്ന ഒന്ന് പ്രമേയാധിഷ്ഠിതമായി കലയെ വിലയിരുത്തുന്ന ഒരു സമ്പ്രദായമാണ്. അത് സാഹിത്യത്തിനും ബാധകമാണ് സത്യത്തിൽ. ഇപ്പോൾ സാഹിത്യത്തിന് കുറെ കൂടി പ്രമേയം പ്രധാനമാണെന്ന് പറഞ്ഞാൽ പോലും പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സാഹിത്യത്തിൻ്റെ ഗുണദോഷങ്ങൾ നിർണ്ണയിക്കുക എന്ന് പറയുന്നത് വളരെ ദൗർബല്യങ്ങളുള്ള ഒരു സമീപന രീതിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം പ്രമേയം എന്ന് പറയുന്നത് അങ്ങനെ മാറുന്ന ഒന്നല്ല. ഇതിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന അന്വേഷണം മാധ്യമത്തെപ്പറ്റിയുള്ള ശ്രദ്ധയിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കഥകളിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാധ്യമം എന്ന് പറയുന്ന ശരീരം, ആ ശരീരത്തിൻ്റെ നിലകൾ, നൃത്തങ്ങൾ, ചുവടുകൾ, മുദ്രകൾ, മുഖാഭിനയം, കണ്ണ്, ഈ മുതലായ ശരീര മാധ്യമമായിട്ടുള്ള ഒരു കലയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ ഘടനയെ അഥവാ രൂപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം കഥകളിയെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്ന ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അത് കൂടുതൽ വ്യക്തമാകുമെന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, എത്രയോ തവണ പാടിക്കേട്ടതാണെങ്കിലും ഒരു വർണ്ണം കേൾക്കുമ്പോഴോ എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഒരു പുറപ്പാട് കാണുമ്പോഴോ എന്തുകൊണ്ടാണ് നാം ആസ്വദിക്കുന്നത്, വീണ്ടും ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പുറപ്പാടെടുക്കുന്നത് ചെറിയ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഈ വർണ്ണം പാടുന്നത് അത്ര പ്രധാനപ്പെട്ട ഒരു സംഗീതജ്ഞനാവണമെന്നില്ല, ശരാശരിക്കാരനായിരിക്കും. എന്തുകൊണ്ടാണ് നാം വീണ്ടും അത് ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറയുകയാണ്, അത് ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിസ്തരിച്ച് പറയുന്നില്ല. പക്ഷേ അത് ആസ്വദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത്, ഈ വർണ്ണത്തിലോ അല്ലെങ്കിൽ പുറപ്പാടിലോ അതിൽ തന്നെ ഒരു ഘടനാപൂർണത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഘടനാപൂർണതയാണ് നാം ആസ്വദിക്കുന്നത്. അത് നല്ലൊരാൾ പാടിയാൽ നാം കൂടുതൽ ആസ്വദിക്കുമെന്നുള്ളത് ശരിയാണെങ്കിലും അതിനടുത്തെത്തുന്ന ഒരു പാട്ട് കേട്ടാലും നമുക്ക് താല്പര്യം തോന്നുന്നത് അല്ലെങ്കിൽ ആസ്വദിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഘടനാപൂർണത കൊണ്ടാണ്. അപ്പോൾ ഈ ഘടന എന്ന് പറയുന്നതിലൂന്നി കഥകളിയുടെ ചരിത്രം നിർമ്മിക്കാനും അതിൻ്റെ ഒരു ആസ്വാദന സംസ്കാരം രൂപപ്പെടുത്താനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നത് ഈ സമീപന രീതിയുടെ, കഥകളി രംഗത്തിൻ്റെ തന്നെ സമീപന രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇതിനോട് വളരെ ചേർത്ത് പറയാവുന്ന ഒന്നാണ് കലയും കഥകളിയാകുമ്പോൾ അശ്ലീലവും തമ്മിലുള്ള ബന്ധം. അത് അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അത് ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. പലയിടത്തും അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു വിഷയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് പറയുന്നത്.
1950 40കളുടെ അവസാനവും 50കളും ഒക്കെ കേരളത്തിൽ സാഹിത്യ നിരൂപണത്തിലും സാഹിത്യ പഠനത്തിലും ഒക്കെ ഒരു തരത്തിൽ ഒരു സദാചാരബോധം വളരെ പ്രധാനമായിട്ട് അതിനു മുമ്പുണ്ട് വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വിക്ടോറിയൻ സദാചാരം എന്ന് പറയും. ഈ വിക്ടോറിയൻ സദാചാരത്തിൻ്റെ കണ്ണിലൂടെ നമ്മുടെ പൂർവ്വകാല സാഹിത്യ സമ്പത്ത് വിലയിരുത്തുന്ന ഒരു സമ്പ്രദായം മുഖ്യമായിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് പ്രവർത്തിച്ച ഒരാൾ ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. ഇളംകുളത്തിൻ്റെ സംഭാവനകൾ വളരെ പ്രധാനമാണ് കേരള ചരിത്രത്തിലും സാഹിത്യ പഠനത്തിലും എന്നതിൽ സംശയമില്ല. ആ പ്രാധാന്യമെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായ മണിപ്രവാള കൃതികളെ സദാചാരം എന്ന ഒരൊറ്റ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളന്ന് മാറ്റിയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന്. ഈ ഉണ്ണുനീലി സന്ദേശത്തിലായാലും കോക സന്ദേശത്തിലായാലും ഒക്കെ കാണുന്ന സ്ത്രീ വർണ്ണനകളെ അക്കാലത്തെ ജീവിതത്തിൻ്റെ ഒരു സാംസ്കാരികമായ അപജയം എന്നൊരൊറ്റ പോയിന്റിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അതിന് അദ്ദേഹം വ്യാഖ്യാനങ്ങൾ എഴുതുന്നത്. തീർച്ചയായിട്ടും ഇത് 14-ാം നൂറ്റാണ്ടിലെ സദാചാര സങ്കല്പം അല്ലെന്ന് നമുക്കറിയാം. 20-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടു വന്ന പാശ്ചാത്യ ദൃഷ്ടി കൂടി ഉൾപ്പെട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സദാചാര സങ്കല്പമാണ്. അപ്പോൾ ഇത് പ്രാചീന കൃതികൾ വായിക്കുന്നതിൽ മാത്രമല്ല, സമകാലിക കൃതികൾ വായിക്കുന്നതിലും സമകാലികമായ ഒരു സൗന്ദര്യ സങ്കല്പം രൂപപ്പെടുത്തിയെടുക്കുന്നതിലും ഈ കാഴ്ചപ്പാട് വളരെ പ്രധാനമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അനേകം ആട്ടക്കഥകളും അതിലെ ശൃംഗാര വർണ്ണനകളും പതിഞ്ഞ പദങ്ങളും ഒക്കെ സംസ്കാര ദൂഷകമായ ഒന്നായി കാണപ്പെടാനും തുടങ്ങി. ആട്ടക്കഥകളെ മുഖ്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും സംസ്കാര ദൂഷകരായ ഈ കവിപ്പരീക്ഷയുടെ മുമ്പിൽ മഹാഭാരതവും രാമായണവും ചുട്ടുകരിക്കണം എന്ന് പറയുന്നവർ എത്ര നിസ്സാരന്മാരാണ് എന്ന് നമ്മുടെ സംസ്കാര ലോപം എന്ന ലേഖനത്തിൽ മാരാർ എഴുതിയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എഴുത്തച്ഛനെയും കുഞ്ചൻ നമ്പ്യാരെയും പോലെയുള്ളവരെയാണ്. സദാചാരം എന്ന ആ ഒരൊറ്റ വാക്കിൽ പിടിച്ചിട്ടാണ് ഈ പൂർവ്വ സാഹിത്യകൃതികളെ അദ്ദേഹം അളന്നു മാറ്റുന്നത്. നിശ്ചയമായിട്ടും അങ്ങനെ ഒരു സദാചാര സങ്കല്പം കൊണ്ട് എക്കാലത്തെയും സാഹിത്യകൃതികളെയും എക്കാലത്തെയും കലാകൃതികളെയും അളക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ഓരോ സാഹിത്യ രൂപവും ഓരോ കലാരൂപവും തനതായ സ്വച്ഛന്തമായ സ്വതന്ത്രമായ ഒരു മണ്ഡലത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കലാണ് KPS മേനോനെ കൊണ്ട് ഈ അശ്ലീലം എന്നതിനെ സംബോധന ചെയ്യാൻ കൂടി പ്രേരിപ്പിക്കുന്നതെന്നാണ് തോന്നുന്നത്. 1-2 ദിക്കിൽ അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ ചെന്താർ ബാണമണിച്ചെപ്പും ചേവടി പണിയുന്ന എന്ന് പറയുന്ന ഭഗവതത്തിലെ പതിഞ്ഞ പദം. അപ്പോൾ ഇത് അതിൻ്റെ വാച്യാർത്ഥത്തിലെടുത്തിട്ട് ഇത് സദാചാര വിരുദ്ധമാണ് എന്ന്. എന്താണ് സദാചാരം? അത് തന്നെ വേറെ ഒരു പ്രശ്നം. വിരുദ്ധമാണെന്ന് വിധിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, പതിഞ്ഞ പദം അഭിനയിച്ച് കാണാനാണ് കാണികൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വിസ്തരിച്ചുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കാണുക എന്നുള്ളത് കാണികളുടെ ഒരു അഭിലാഷമാണ്, അവരുടെ ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു സന്ദർഭം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ നടൻ അരങ്ങത്ത് ചെയ്യുന്നത്. അതിനപ്പുറം അതിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ചോ അതിൻ്റെ സൂചനകളെ സംബന്ധിച്ചോ വേറൊരു തരത്തിൽ ചിന്തിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇത് രംഗത്ത് കാണാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ സാധിക്കുന്നത് ഇത് വേറിട്ട ഒരു കലയാണ്, സ്വതന്ത്രമായൊരു അസ്തിത്വമുള്ള ഒരു കലയാണ്. അതിന് അതിൻ്റേതായ നിയമങ്ങളും അതിൻ്റേതായ വ്യാകരണങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു സമീപന രീതി കഥകളി രംഗത്തിൻ്റെ രചനയിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കലാസമീപനത്തിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള മറ്റൊരു ഇതാണെന്ന് പറയാം. പിന്നെ വേറൊന്ന്, അദ്ദേഹത്തിൽ നിന്ന് നാം ഒരു പക്ഷേ അത്ര കണ്ട് പ്രതീക്ഷിക്കാൻ ഇടയില്ലാത്തതാണെങ്കിലും ജനകീയത എന്ന മൂല്യത്തെ അദ്ദേഹം വളരെയേറെ വിലമതിക്കുന്നുണ്ട് എന്നതാണ്. ഈ ഘടനാപരമായ ശുദ്ധിയിൽ ശ്രദ്ധിക്കുന്ന അതേ അവസരം തന്നെ അദ്ദേഹം കലയിലെ ജനകീയതയെ വിലമതിക്കുന്നുണ്ട്. കുഞ്ചുക്കുറുപ്പിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്താണ് ജനകീയതയെപ്പറ്റിയുള്ള ജനാഭിരുചി, അതുപോലെ തന്നെ ജനാനുകൂല്യം മുതലായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് ജനകീയതയാണെന്ന് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പറയുന്നുണ്ട്, ചില നടന്മാർ പെട്ടെന്ന് പേരെടുക്കും, ചില നടന്മാർ വളരെ നല്ല നടന്മാരാണെങ്കിലും അവർക്കങ്ങനെ പേര് കിട്ടിയെന്ന് വരില്ല. എന്താണ്? അപ്പോൾ പറഞ്ഞേക്കാം, ഇത് ജനാനുകൂല്യം കൊണ്ടാണ് ചിലർക്ക് പെട്ടെന്ന് പേരുണ്ടാകുന്നത് അല്ലെങ്കിൽ വലിയ പ്രസിദ്ധരായിത്തീരുന്നത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അദ്ദേഹം അവിടെ പറയുകയാണ്, പക്ഷേ ഈ ജനാനുകൂല്യം എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമല്ല.
എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നത് നാം അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായ എന്തോ ചില ഘടകങ്ങൾ ഈ അവതരണത്തിൽ, അഭിനയത്തിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ആനുകൂല്യം ഉണ്ടായിത്തീരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ജനാനുകൂല്യം എന്ന് പറയുന്നതിനെ അദ്ദേഹം അപ്പാടെ തള്ളിക്കളയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതായ ഒരു ഘടകം ഈ ജനാനുകൂല്യം എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ ജനകീയത എന്ന് പറയുന്നതിലുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. ഇത് 57 എഴുതിയ ഈ പുസ്തകത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. KPS മേനോൻ്റെ ഈ പുസ്തകവും മറ്റെല്ലാം നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹം അടിയുറച്ച ഒരു കല്ലുവഴി ചിട്ടയുടെ പക്ഷപാതിയാണ്. അതുപോലെ തന്നെ ഈ മെയ്യിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നോട്ടമാണ് അദ്ദേഹം പുലർത്തുന്നത്. ഇതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഭാവാഭിനയം എന്ന് പറയുന്നത് തള്ളിക്കളയേണ്ട ഒന്നല്ല. ആ വാക്യങ്ങൾ ഞാനിപ്പോൾ ഓർക്കുന്നില്ല, എങ്കിലും മുഖാഭിനയവും അതിൽ കണ്ണിനുള്ള പ്രാധാന്യവും വളരെ പ്രധാനമായിട്ട്, വളരെ കഥകളിയിൽ വിശിഷ്ടമായിട്ട് അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട് എന്നുള്ളതും ശരിയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും മുമ്പേ വേണുജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാവുങ്ങൽ ശങ്കരപ്പണിക്കരെ അദ്ദേഹത്തിൻ്റെ ഒരു മാതൃകാ നടനായിട്ട്, അപ്പോൾ ആ കഥകളി രംഗം മുഴുവൻ വായിച്ചാൽ അറിയാം, മിക്കവാറും അദ്ദേഹം അറിയാതെ താരതമ്യം ചെയ്തു പോകുന്നത് പല നടന്മാരെ പറ്റിയും പറയുമ്പോൾ, ആ കാലത്തെ നടന്മാരെ പറ്റി പറയുമ്പോൾ കാവുങ്ങൽ ശങ്കരപ്പണിക്കരുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണത മിക്കവാറും ആ വേഷത്തിൽ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരിക്കാം. അത് ഏതായാലും നമ്മളാരും അത് കണ്ടിട്ടുള്ള ആരും ഇന്നിപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. പിന്നെ അതിൻ്റെ സമീപന രീതിയിൽ പ്രധാനമായി തോന്നിയ മറ്റൊരു കാര്യം, കലാകാരൻ്റെ ഒരു സ്വതന്ത്ര നില എന്ന് പറയുന്നതാണ്. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ കഥകളി വളർന്നതും പരിപുഷ്ടമായതും കൊട്ടാരങ്ങളിലും കോവിലകങ്ങളിലും ജന്മിഗൃഹങ്ങളിലുമാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു വിധേയത്വം സ്വഭാവം ഈ കലാകാരന്മാർക്ക്, നടന്മാർക്കും പാട്ടുകാർക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അറിയാം. അതിനെ തെളിയിക്കുന്ന ധാരാളം കഥകളും ഉപകഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇതിൽ നിന്ന് ചില നടന്മാർക്ക്, ചില കലാകാരന്മാർക്ക്, ചില പാട്ടുകാർക്കൊക്കെയുള്ള ഒരു ആത്മാഭിമാനത്തെ എന്തുകൊണ്ടായിരിക്കും KPS മേനോൻ പ്രത്യേകം എടുത്തു പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ പലരെ പറ്റി അതിൽ പറയുമ്പോഴുണ്ട്. ആത്മാഭിമാനം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. കൂട്ടിൽ കുഞ്ഞൻ മേനോനെ പറ്റി പറയുന്നിടത്ത്, പട്ടിക്കാന്തുടിയെ പറ്റി പറയുന്നിടത്ത്, അതുപോലെ കുഞ്ചുക്കുറുപ്പിനെ പറ്റി പറയുന്നിടത്ത്, ഇങ്ങനെ പല കലാകാരന്മാരെ പറ്റി, ശിവരാമ ഭാഗവതരാണെന്ന് എനിക്ക് ഒരു ഭാഗവതരെ പറ്റി പറയുന്നിടത്ത്, ഇങ്ങനെ പലരെ പറ്റി പറയുന്നിടത്ത് ഈ അത്ര കണ്ട് വിധേയനായി നിന്ന ഒരാളല്ല. വലിയ ഉണ്ണീരിപ്പണിക്കരെ പറ്റി പറയുമ്പോൾ അത് പറയുന്നുണ്ട്. ഇങ്ങനെ പല കലാകാരന്മാരെയും വിധേയത്വം ഇല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നും. വാച്യമായി പ്രശംസിക്കുന്നൊന്നുമില്ല, പക്ഷേ ആ കാര്യം എടുത്തു പറയാൻ തോന്നി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതായത് കോവിലകങ്ങളോ കൊട്ടാരങ്ങളോ ജന്മിഗൃഹങ്ങളോ നൽകുന്ന ഭൗതികമായ സാഹചര്യവും അത് നൽകുന്ന തണലും യാഥാർത്ഥ്യമായിരിക്കെ തന്നെ അതെവിടെയെങ്കിലും ഒരു അടിച്ചമർത്തലായിട്ട്, അല്ലെങ്കിൽ അത് സ്വതന്ത്രമായിട്ടുള്ള വികാസത്തിന് വിഘാതമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ എഴുന്നു വരുന്ന പുതിയ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നതിനെ, ഒരു നടവ്യക്തിത്വം അല്ലെങ്കിൽ സംഗീതജ്ഞൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നതിനെ അദ്ദേഹം വളരെ വിലമതിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തിലുടനീളം അങ്ങനെയുള്ളവരെ പറ്റി കൂടുതൽ ഒന്ന് അടയാളപ്പെടുത്തി പോകാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ, ആ കാലത്തും പിൽക്കാലത്തും നോക്കിയാൽ കലാനിരൂപണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ പലരും നടത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ, തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ടാവും, നടത്തുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു രേഖാരൂപത്തിൽ വരുന്നത് വളരെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രാധാന്യമായിട്ട് പറയാൻ തോന്നുന്നത്. അതുപോലെ മറ്റൊന്ന്, വളരെ സരസമായ ഒരു രചനാശൈലി അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങൾ 17, 18, 19 നൂറ്റാണ്ടിലേതാണ്. അപ്പോൾ ആ കാലത്ത് മനുഷ്യരെങ്ങനെയാണ് സംസാരിച്ചിരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും സമകാലത്തിൽ നിന്ന് അല്പം പിന്നോക്കം നിൽക്കുന്ന ഒരു ഭാഷാശൈലി, അത് സംസ്കൃത വാക്കുകൾ അതിലുണ്ടാവും, പദ്യശകലങ്ങളുണ്ടാവും, കഥകളിപ്പദത്തിൻ്റെ ഭാഗങ്ങളുണ്ടാവും, ശൈലികളുണ്ടാവും. ഇതെല്ലാം ചേർത്ത് വെച്ച ഒരു ഭാഷാ ശൈലിയിലാണ് അദ്ദേഹം വിവരണങ്ങൾ നിർവഹിക്കുന്നത് എന്നത് അതിൽ താല്പര്യമുള്ള
ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം, വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഭാഷാ ശൈലിയിലൂടെ ഏതാണ്ട് 3 നൂറ്റാണ്ട് നിൽക്കുന്ന കഥകളിയുടെ ചരിത്രമാണ് അദ്ദേഹം കഥകളി രംഗത്തിൽ എഴുതിയിട്ടുള്ളത്. അതിൽ വിമർശനങ്ങളുണ്ടാവും നിശ്ചയമായിട്ടും. പലരും വിമർശിച്ചിട്ടുണ്ട്, പല ഭാഗങ്ങളെ സംബന്ധിച്ചും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങൾ നിശ്ചയമായിട്ടും നിഷേധങ്ങളല്ല. ഈ ചെയ്ത പ്രവൃത്തിയുടെ നിഷേധമായിട്ടല്ല വിമർശനങ്ങളെ കാണേണ്ടത്. നേരെ മറിച്ച് ആ ചെയ്ത പ്രവൃത്തിയെപ്പറ്റിയുള്ള വിചിന്തനങ്ങളായിട്ട് മാത്രമാണ് വിമർശനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അങ്ങനെ വിചിന്തനങ്ങൾ ക്ഷണിച്ചു വരുത്തത്തക്ക പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിക്കുണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഥകളി രംഗമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്നതിൽ സംശയമില്ല. പക്ഷേ അതുമാത്രമല്ല, KPS എന്ന് പറയുമ്പോൾ നമ്മൾ കഥകളി രംഗം എന്ന് പറഞ്ഞാലും അദ്ദേഹം വേറെയും പുസ്തകങ്ങൾ 10 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ചില പുസ്തകങ്ങളൊക്കെ ഭാഗങ്ങളാണ് കേട്ടോ, പല ഭാഗങ്ങളാണ്. കഥകളി ആട്ടപ്രകാരം മറ്റൊന്ന്. കഥകളി ആട്ടപ്രകാരത്തിൻ്റെ 3 ഭാഗങ്ങൾ എഴുതി. ആദ്യത്തേത് 1963 പ്രസിദ്ധീകരിച്ചത്. അവസാനത്തേത് എനിക്ക് തോന്നുന്നത് 78-ലോ 79-ലോ മറ്റാണ് മൂന്നാമത്തെ ഭാഗം പ്രസിദ്ധീകരിച്ചത്. 30 ആട്ടക്കഥകളുടെ രംഗപ്പതിപ്പ് എന്നാണ് അദ്ദേഹം തന്നെ കൊടുത്ത പേര്. രംഗപ്പതിപ്പ് എന്നാണ്. അത് കൊടുത്തിട്ടില്ല. ലളിതാംബിക അന്തർജനത്തിന് എഴുതിയ ഒരു കത്തിലാണ് ഞാനൊരു രംഗപ്പതിപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കത്തെഴുത്ത് ശീലത്തെപ്പറ്റി വേണുജി സൂചിപ്പിച്ചില്ല. ധാരാളം ആളുകൾക്ക് കത്തുകൾ എഴുതി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അപ്പോൾ ഈ രംഗപ്പതിപ്പ് 1963 ഒരു ആട്ടപ്രകാരം കഥകളിക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നടന്മാരാരും ആട്ടപ്രകാരം എഴുതിയിട്ടില്ല. അതിനുശേഷം കൂടുതൽ വിശദവും വിപുലവും ശാസ്ത്രീയവുമായിട്ടുള്ള ആട്ടപ്രകാരങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ചൊല്ലിയാട്ടം പോലെയുള്ള പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇതെഴുതുന്ന കാലത്ത് വേറൊന്നില്ല. അതേസമയം കൂടിയാട്ടത്തിൻ്റെ ആട്ടപ്രകാരങ്ങളുടെ ഒരു സംസ്കാരം നമുക്കുണ്ട് താനും. ഈ 63 ഇദ്ദേഹം കഥകളിക്ക് ഇങ്ങനെ ഒരു ആട്ടപ്രകാരം എഴുതാൻ പ്രേരിതനായതിൻ്റെ കാരണം എന്താവും? അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകം തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് 1950-കൾക്ക് ശേഷം, മുമ്പേ പറഞ്ഞ ആ ഒരു കാല അളവിന് ശേഷം നോക്കുകയാണെങ്കിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ധാരാളം ആളുകൾ കഥകളി പോലെയുള്ള കലകൾ ആസ്വദിക്കുന്നതിന് മുമ്പോട്ട് വന്നു, കാണുന്നതിന് മുമ്പോട്ട് വന്നു. ആസ്വദിക്കുന്നതിന് എന്താണെന്ന് നോക്കിക്കളയാം എന്ന മട്ടിൽ അതിന് മുമ്പത്തേക്കാൾ കൂടുതൽ ഇങ്ങനെ വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചും അതിൻ്റെ ചിട്ടയോ വ്യാകരണങ്ങളോ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നതല്ല. പല പ്രേരണകളായിരിക്കും. അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ഇതായിരിക്കും, അല്ലെങ്കിൽ സിനിമയിലൊക്കെ അതിനെപ്പറ്റി കാണുന്ന ചില വിവരണങ്ങളായിരിക്കും, പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അറിവായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പദം കേട്ടിട്ടുള്ള ആകർഷണമായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ രംഗവേദിയിലേക്ക് ആകൃഷ്ടരാകുന്ന പുതിയ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ കഥകളി കാണേണ്ടത് എങ്ങനെയാണ് എന്ന ഒരു ദിശാനിർദ്ദേശം, ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് പ്രധാനമായിട്ടും ഈ ആട്ടപ്രകാര രചനയിൽ അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ എല്ലാം ആമുഖങ്ങൾ, മുഖവുരകൾ വളരെ പ്രധാനമാണെന്ന് തോന്നിയിട്ടുണ്ട്. വളരെ മെത്തഡോളജിക്കലാണ്. അതിൻ്റെ ആദ്യം നിങ്ങൾ എങ്ങനെ ഈ പുസ്തകം ഉപയോഗിക്കണം, ഇതിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, അതെവിടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പുസ്തകം ഉപയോഗിക്കുന്നതിനുള്ള ഒരു ദിശാനിർദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം എല്ലാ പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത്. അത്ര കണ്ട് എന്താ പറയേണ്ടത്, ശ്രദ്ധാപൂർവമാണ് എഴുതുന്ന അർത്ഥം. ഉത്തരവാദിത്വത്തോട്, ശ്രദ്ധ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത്ര കണ്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാവാതെ പോകരുത്. അത് മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ വഴികളും കാണിച്ചു കൊടുത്തിട്ട് തന്നെയാണ് ഇതിലെ പൊക്കോളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ആട്ടപ്രകാരത്തിൻ്റെ രചനയിലുണ്ട്. ഓരോ കലാശത്തിന് അതിനൊക്കെ ഓരോ ചിത്രങ്ങൾ, ഒരു സങ്കേതങ്ങൾ അങ്കനം ചെയ്യുന്ന രീതി, മുദ്രകൾ അങ്കനം ചെയ്യുന്ന രീതി ഇവിടെ ആദ്യം അവതരിപ്പിച്ച ആൾ നമ്മളുടെ മുമ്പിലിരിക്കുന്നുണ്ട്. മുദ്രകളല്ല, ഇത് സങ്കേതങ്ങളാണ്. കലാശങ്ങൾ, ഇരട്ടി, തോങ്കാരം മുതലായ കലാശങ്ങൾ അങ്കനം ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം ആവിഷ്കരിച്ചു. പക്ഷേ അത് പിന്നെ തുടർന്നോന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. അതിലല്ലാതെ ഒന്നും അതിൽ കണ്ടിട്ടില്ല. എന്തായാലും ശരി, അങ്ങനെ ഒന്ന് ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാട്ടക്കഥാകൃതിയും കഥകളി എന്ന നിലയ്ക്ക് നമ്മൾ രംഗത്ത് കാണുന്ന പാഠവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടും എന്നാൽ വ്യത്യസ്തമായും ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആട്ടക്കഥാഭാഗത്തെ, ഒരു പദത്തെ രംഗപ്രയോഗത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതിനെ വേറൊന്നാക്കുകയാണല്ലോ. അങ്ങനെ വേറൊന്നാക്കുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള ഓരോ ഘടകങ്ങളെയും പറ്റി അദ്ദേഹം ഇതിൽ ചിത്രങ്ങളിലൂടെയും വിവരണങ്ങളിലൂടെയും പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വായിച്ചിട്ട് കഥകളി കാണുന്ന ഒരാൾക്ക് നിശ്ചയമായിട്ടും ഇത് വായിക്കാതെ കഥകളി കാണുന്ന ഒരാളേക്കാൾ, വായിക്കാതെ കഥകൾ കാണുന്നവർ കാണുന്നില്ല എന്നല്ല അർത്ഥം, അവർക്ക് മറ്റു തരത്തിൽ ചിലപ്പോൾ ഇത് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കണ്ട് പരിചയം ഉണ്ടാവും. ഇതൊക്കെ ശരിയാണ് കേട്ടോ. എങ്കിലും ഈ വിദ്യാഭ്യാസം കൂടുതൽ
പുസ്തക കേന്ദ്രിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹൃദിസ്ഥമാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പുസ്തകം നോക്കി പഠിക്കുക എന്നുള്ളത് ഒരു 50-കൾ 40 50-കൾ 60-കളൊക്കെ 70-കളൊക്കെ ആകുമ്പോഴേക്കും വളരെ കൂടി. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പുസ്തകം തന്നെ നോക്കണ്ടെന്നായി. ക്ലാസ്സിൽ ഒരു കവിത എടുക്കുമ്പോൾ കുമാരനാശാൻ്റെ ലീല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ അതിൻ്റെ PDF മുഴുവൻ ഇങ്ങനെ വരും. ആ പുസ്തകം അയാൾ കണ്ടിട്ടുണ്ടാവില്ല, വായിച്ചിട്ടുണ്ടാവില്ല. ഏത് ശ്ലോകമാണ് പഠിക്കണമെന്ന് വെച്ചാൽ അത് മാത്രം നോക്കും. അതാണ് ഇന്നത്തെ സ്ഥിതി. പോട്ടെ, പക്ഷേ പുസ്തക കേന്ദ്രിതമായി വിദ്യാഭ്യാസം മാറി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസ ധർമ്മം കൂടി, ഒരു പെഡഗോജിക്കൽ എന്ന് പറയാവുന്ന ഒരു ധർമ്മം കൂടി ഈ ആട്ടപ്രകാര രചനകളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം തിരഞ്ഞെടുത്ത കഥകളെല്ലാം തന്നെ രംഗത്ത് ധാരാളം അഭിനയിക്കുന്ന കഥകളാണ്. ആദ്യത്തെ ഭാഗത്തിൽ കോട്ടയം കഥകളും അതുപോലെ തന്നെ രാവണോത്ഭവം, ബാലിവിജയം ഒക്കെ പോലെയുള്ള കഥകളാണ് ആദ്യത്തെ ഭാഗത്തുള്ളത്. രണ്ടാമത്തെ ഭാഗത്ത് നളചരിതം, ഇരയിമ്പൻ തമ്പിയുടെ കഥകളുമാണ് പ്രധാനമായിട്ട്. മൂന്നാമത്തെ ഭാഗത്ത് ബാണയുദ്ധം, അതുപോലെ പൂതനാമോക്ഷം, അങ്ങനെയൊക്കെയുള്ള കഥകളാണ്. അപ്പം ഇങ്ങനെ ഈ കഥകൾ അതിൻ്റെ രംഗരൂപത്തെ നമുക്ക് ഭാവനയിൽ കാണത്തക്ക വിധത്തിൽ അവതരിപ്പിക്കുന്ന കൃതികൾ എന്ന് പറയുന്നത്. ഒരു മണിയായി, നിർത്താറായോ? മറ്റൊരു സംഭാവനയാണ് അദ്ദേഹത്തിൻ്റേത്. ഈ കഥകളി ആട്ടപ്രകാരങ്ങളുടെ അനുബന്ധങ്ങൾ, കഥകളി രംഗത്തിൻ്റെ അനുബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. ആട്ടപ്രകാരത്തിൻ്റെ അനുബന്ധങ്ങളും അതുപോലെ തന്നെ പ്രധാനമാണ്. ശരിക്കും KPS മേനോൻ്റെ ഒരു സംഗീത നിരൂപണം എന്ന് പറയാവുന്നത് കഥകളി രംഗത്തിൽ എന്നതിനേക്കാൾ കൂടുതൽ ഈ കഥകളി ആട്ടപ്രകാരത്തിൻ്റെ ഒന്നാം ഭാഗത്തിലുള്ള ഒരു അനുബന്ധത്തിൽ, 5ാമത്തെ അനുബന്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 5ാമത്തെ അനുബന്ധത്തിലാണ് എന്താണ് കഥകളി സംഗീതത്തിൻ്റെ സവിശേഷത, എങ്ങനെയാണത് മറ്റ് സംഗീത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി അഭിനയത്തിനുള്ളൊരു സംഗീതമായി തീരുന്നത് എങ്ങനെയാണ് എന്ന് വളരെ സൂക്ഷ്മമായിട്ടും വിശദമായിട്ടും പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് ഈ അനുബന്ധത്തിൽ കൊടുത്തിട്ടുള്ളത്. സംഗീതത്തെപ്പറ്റി പറഞ്ഞപ്പോൾ നിശ്ചയമായിട്ടും ത്യാഗരാജസുധ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകവും നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഈ കഥകളി ആട്ടപ്രകാരം പോലെ തന്നെ ഉള്ള ഒരു പുസ്തകമാണ് ത്യാഗരാജസുധ. അത് 2 ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. 1970-കളിൽ, 70-കൾ എന്നൊക്കെ പറയുമ്പോഴേക്കും അദ്ദേഹത്തിന് 70 വയസ്സിന് മുകളിലായി കഴിഞ്ഞു. ആ കാലത്താണ് അദ്ദേഹം അത് എഴുതുന്നത്. സംഗീതം കേട്ട് ആസ്വദിച്ച കാലം മുതൽ ത്യാഗരാജനോട് പ്രത്യേക ഒരു മമതയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ തിരഞ്ഞെടുത്ത ത്യാഗരാജ കൃതികളുടെ ഒരു ഗദ്യവിവർത്തനം എന്ന് സാമാന്യമായിട്ട് പറയാം. ആ കീർത്തനങ്ങൾ കൊടുക്കും, മലയാള ലിപിയിൽ കൊടുക്കും, അതിനുശേഷം അതിൻ്റെ അർത്ഥം കൊടുക്കും, സന്ധികാര്യങ്ങൾ ചെറുതായിട്ട് വിശദീകരിക്കും. ഇങ്ങനെ ഒരു ഇതാണ്. അതും കേൾവിക്കാരെ, സംഗീതാസ്വാദകരെ സാഹിത്യമറിഞ്ഞ് സംഗീതം ശ്രവിക്കുന്നതിനുള്ള ഒരു എക്യുപ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, അതിനുള്ളൊരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. സംഗീതം ആസ്വദിക്കാൻ സാഹിത്യം അറിയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയേണ്ട കാര്യമില്ല. അറിഞ്ഞില്ലെങ്കിലും സംഗീതം ആസ്വദിക്കാൻ സാധിക്കും. പക്ഷേ കർണാടക സംഗീതത്തിൻ്റെ രീതി നമുക്കറിയാവുന്നതുപോലെ കീർത്തനപ്രധാനമായിട്ടുള്ള ഒരു സംഗീത രൂപമാണത്. ഒരു ബന്ദിഷ് മാത്രം ഇങ്ങനെ വളരെ സമയമെടുത്തിട്ട് വിസ്തരിച്ച് പാടിപ്പോകുന്ന ഒരു രീതിയല്ല. നേരെ മറിച്ച് കീർത്തനം പല്ലവിയും അനുപല്ലവിയും ചരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഫോം അതിനുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള സംഗീതം അധികം ആസ്വദിക്കുന്നതിന് അതിൻ്റെ സാഹിത്യാംശം കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഈ ത്യാഗരാജസുധ എഴുതുന്നത്. അവസാന ഘട്ടത്തിൽ അദ്ദേഹം ദീക്ഷിതർ കൃതികൾ ഇതുപോലെ എഴുതി തുടങ്ങിയതാണ്. പക്ഷേ പല പുസ്തകങ്ങളും പോലെ അത് അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ശരി, ത്യാഗരാജസുധയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളത്തിൽ പിന്നീട് ഇതുപോലുള്ള ചില പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഒരു വൈപുല്യവും ഇതിൻ്റെ ഒരു ആഴവും പിന്നെ വന്ന ഇതുപോലുള്ള പരിചയപ്പെടുത്തൽ കൃതികളിൽ കാണുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം. എന്തായാലും ശരി, അങ്ങനെ ആ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ഒരു ശുദ്ധ സംഗീതത്തിൻ്റെ ആസ്വാദനം, ശരിക്കും കഥകളി സംഗീതാസ്വാദനം അല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്, കർണാടക സംഗീതാസ്വാദനം തന്നെയാണ് നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. പിന്നെ ഒരു കവി എന്ന നിലയിൽ അതിൽ ത്യാഗരാജനെ മനസ്സിലാക്കി എഴുതുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ത്യാഗരാജൻ്റെ കൃതികൾക്ക് ഇത്ര ഒരു സ്വീകാര്യതയുണ്ടാകുന്നത്? ശരിക്കും അതൊരു കവിത തന്നെ ആയതുകൊണ്ടാണ്. പലപ്പോഴും അതിൽ നിൽക്കുന്ന വൈകാരികത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ രൂപത്തിലുള്ള സവിശേഷതകൾ, പ്രാസങ്ങളായാലും അനുപ്രാസങ്ങളായാലും അതുപോലെ തന്നെ സമസ്തപദങ്ങളായാലും ഇതൊക്കെ വളരെ ആകർഷകമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനെ പറ്റി ഒരു സാധാരണ മലയാളം മാത്രം വായിക്കാൻ അറിയാവുന്ന ഒരാൾക്ക്, എന്നാൽ താല്പര്യമുള്ള ഒരാൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ത്യാഗരാജസുധ അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
പിന്നെ മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ കൂടിയാട്ടത്തെപ്പറ്റി അദ്ദേഹം ഒരു പുസ്തകം എഴുതി പൂർത്തിയാക്കിയെന്നും അതിൻ്റെ പ്രസ് കോപ്പി തയ്യാറാക്കിയെന്നും അത് സാംസ്കാരിക വകുപ്പിനാണ് അതോ പ്രസിദ്ധീകരണ വിഭാഗത്തിനാണോ എന്തായാലും ശരി പബ്ലിക് റിലേഷൻസിനാണോ എന്ന് അറിഞ്ഞുകൂടാ, അവർക്കത് സമർപ്പിച്ചു. പക്ഷേ അതിനെപ്പറ്റി പിന്നീട് യാതൊന്നും കേൾക്കുണ്ടായില്ല. ആ പുസ്തകം നഷ്ടപ്പെട്ടു പോയിരിക്കാനാണ് ഇടയുള്ളത്. സുബേദാർ നായർ എന്നൊരു നോവൽ കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സുബേദാർ നായർ പഴശ്ശിക്കാലത്തെ ചരിത്രമാണ് അദ്ദേഹം അതിൽ വിവരിക്കുന്നത്. കേരളസിംഹം എന്ന സർദാർ കെ എം പണിക്കരുടെ നോവലാണ് പഴശ്ശിരാജാവിനെ പറ്റി വന്നിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. വേറെയും ചില നാടകങ്ങളും നോവലുകളും ഒക്കെ പഴശ്ശിരാജാവിനെ പറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പഴശ്ശിരാജാവല്ല ഇതിൽ നായകസ്ഥാനത്തുള്ളതെന്ന് പറയാം. അതേസമയം പഴശ്ശിരാജാവിനെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അതിൽ പറയുന്നത്. വളരെ വ്യക്തിത്വമുള്ളൊരു കഥാപാത്രമായിട്ടാണ് പഴശ്ശിരാജാവ്. ഒരു പഴശ്ശി വിരുദ്ധ നോവലൊന്നും അല്ലത്. പഴശ്ശിരാജാവിനെ വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. അതേസമയം ഈ പഴശ്ശിരാജാവ് എന്ന് പറയുന്ന ഒരു വീരപുരുഷനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആഖ്യാനമല്ല. നേരെ മറിച്ച് എനിക്കത് വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി ആ കാലത്തിൻ്റെ ചരിത്രവുമായിട്ടും ആ കാലത്തിൻ്റെ സംഘർഷങ്ങളുമായിട്ടും അടുത്ത് നിൽക്കുന്നത് KPS മേനോൻ്റെ ഈ നോവലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കേരളസിംഹം വലിയ നോവലൊക്കെ തന്നെയാണ്. പക്ഷേ അതേസമയം അതിലിങ്ങനെ കുറേ സംഭാഷണങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇതിൽ സംഭാഷണങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ സംഭാഷണങ്ങൾക്കൊപ്പം തന്നെ അക്കാലത്തെ ചരിത്രാംശങ്ങൾ പലതും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചരിത്രാംശം എന്ന് പറയുന്നത് KPSൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമായിരുന്നു. എല്ലാ പുസ്തകങ്ങളിലും അദ്ദേഹം ചരിത്രത്തെ വളരെ പ്രധാനമായിട്ട് കണ്ടിട്ടാണ് എഴുതുന്നത്. ഈ സുബേദാർ നായർ എഴുതിയ KPS തന്നെ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചൊരു ചരിത്ര നോവൽ എഴുതി തുടങ്ങുകയും ഏതാണ്ട് 4, 5, 6 അധ്യായങ്ങൾ എഴുതി പൂർത്തിയാക്കുകയും ചെയ്തതാണ്. അതും പ്രസിദ്ധീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഒരു കത്തിൽ KPS പറയുന്നത് പെരിങ്ങര PR രാമൻ നമ്പൂരിക്ക് അയച്ച കത്താണ് കേട്ടോ. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് CV രാമൻപിള്ള സാഹിത്യാംശത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ഞാനിതിൽ ചരിത്രാംശത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചരിത്രാംശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, അപ്പോൾ തിരുവിതാംകൂർ ചരിത്രം അദ്ദേഹം നോക്കിയിട്ടുണ്ടെന്നർത്ഥം. തിരുവിതാംകൂർ ചരിത്രം സവിശേഷമായി നോക്കി അങ്ങനെ ഒരു പദ്ധതി അദ്ദേഹം ഇടുകയും തുടങ്ങി വയ്ക്കുകയും ചെയ്തു. ദീക്ഷിതർ കൃതികൾ വ്യാഖ്യാനിക്കുന്ന ഒരു പദ്ധതി അദ്ദേഹം തുടങ്ങി വെച്ചു. ഇതൊന്നും മുഴുമിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവസാന ഘട്ടം വരെ പ്രവൃത്തിനിരതനായിരുന്ന ഒരാളാണ്. ആ പ്രവൃത്തി നിരതത്വം എന്ന് പറയുന്നത് തനിക്ക് ഇണങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്ന പ്രവൃത്തികളാണ്. അത് ആളുകൾ എങ്ങനെ സ്വീകരിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. ശ്രദ്ധിച്ചാൽ മിക്കവാറും എഴുതാനും സാധിക്കില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ഈ കഥകളി രംഗം 10 കൊല്ലം കഥകളി രംഗത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ വള്ളത്തോളം ആ കാര്യം അതിൻ്റെ അവതാരികയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 10 കൊല്ലത്തെ എൻ്റെ അധ്വാനം എനിക്ക് അധ്വാനമായിരുന്നു എങ്കിലും എനിക്കത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. ഇങ്ങനെ വസ്തുതകൾ ഒത്തുനോക്കുക, ഓരോ ഇതിനെപ്പറ്റി ഇത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു. ഈ 10 കൊല്ലത്തെ അധ്വാനത്തിൽ ഞാൻ ഏറ്റവും പ്രധാനമായി കരുതുന്നത് കല്ലടിക്കോടൻ ശാഖ കല്ലടിക്കോട് നമ്പൂതിരി ഉണ്ടാക്കിയതല്ല, കോട്ടയത്ത് തമ്പുരാനും ചാത്തുപ്പണിക്കരും കൂടിയിട്ടുണ്ടാക്കിയതാണ് എന്ന കണ്ടെത്തലാണ് എൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് ഞാൻ കരുതുന്നത്. അതിൽ ഞാൻ അഭിമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പറയുന്നത് കഥകളി രംഗത്തിൽ അല്ലല്ലോ. മേക്കുന്നത്ത് കുഞ്ഞികൃഷ്ണൻ നായർ എന്ന് പറഞ്ഞൊരാൾ കോട്ടയം കഥകളി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവതാരിക KPS മേനോനാണ്. അപ്പോൾ ഈ അവതാരികയിലാണ് തൻ്റെ ഈ അഭിമാനത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിങ്ങനെയൊക്കെ അഭിമാനിച്ചു, ഇത് കഥകളി ചരിത്രത്തിൽ വലിയൊരു കണ്ടെത്തലായിട്ട് എല്ലാവരും അംഗീകരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഒരാളും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഇതിനെപ്പറ്റി നിരൂപണം എഴുതിയ ആളുകൾ പോലും ഈ കാര്യം ശ്രദ്ധിച്ചതായിട്ട് തോന്നിയില്ല എന്ന് പറയുന്നുണ്ട്. അതിലൊരു ദുഃഖം അദ്ദേഹത്തിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ദുഃഖിച്ചിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് കഥകളി രംഗത്തിന് ശേഷം അദ്ദേഹം എഴുതിയ ഈ പുസ്തകങ്ങളെല്ലാം. ഒരു പക്ഷേ അത് കഥകളി രംഗത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് ഉയരുന്നുണ്ടാവില്ല പലതും, എങ്കിൽ പോലും അദ്ദേഹം പ്രവൃത്തിനിരതനായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. ഈ നിലയ്ക്ക് KPS മേനോനെ വീണ്ടും ഇതിൽ ശ്രദ്ധാലുക്കളായ ആളുകൾ നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുന്നുണ്ടാവും എന്നതിൽ സംശയമില്ല. വായിക്കുന്നുണ്ട്. അത് വായിക്കത്തക്ക രീതിയിൽ ആ പുസ്തകങ്ങൾക്ക് പതിപ്പുകൾ ഉണ്ടാകുന്നതും നല്ലൊരു കാര്യമാണ്. പക്ഷേ ആരും ഇതൊക്കെ ചെയ്യുന്ന അറിഞ്ഞുകൂടാ. ഇപ്പോൾ സുബേദാർ നായരില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ത്യാഗരാജസുധയൊന്നും കിട്ടാനില്ല. കഥകളി രംഗം മലയാള സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് വളരെ
കഷ്ടസ്ഥിതിയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. കഴിയുമെങ്കിൽ എല്ലാവരും ലൈബ്രറികളിൽ നിന്ന് മാതൃഭൂമി പതിപ്പ് തന്നെ വായിക്കണം എന്ന് മാത്രം ഞാൻ ആ പതിപ്പിനെ പറ്റി പറയുന്നു. അങ്ങനെ KPS മേനോനെ അനുസ്മരിക്കാനും ഒരു വേദി ഈ കഥകളി ക്ലബിൻ്റെ 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഒരുങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിലേക്ക് എന്നെ നിയോഗിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് വലിയ കടപ്പാടും കൃതജ്ഞതയുമുണ്ട്. ഇത് കേട്ടിരുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹവും സന്തോഷവുമുണ്ട്. അതെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു കലാനിരൂപകൻ, കലാസ്വാദകൻ, രചയിതാവ്, ഇങ്ങനെ വൈവിധ്യമാർന്ന രീതിയിൽ KPS മേനോൻ ഒരു കാലത്തിൻ്റെ പ്രത്യേകിച്ച് കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രചനകളെ അടിസ്ഥാനപ്പെടുത്തിയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയിട്ടുള്ള അറിവും അധികരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വേറിട്ട രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്ന ഡോക്ടർ അജയ്കുമാറിന് കഥകളി ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇന്ന് കാലത്ത് നടന്ന പ്രഭാഷണങ്ങളെയെല്ലാം കഥകളി ക്ലബിൻ്റെ ഈ സുവർണവുമായി ബന്ധപ്പെടുത്തിയ ഒരു അരങ്ങായതുകൊണ്ട് തന്നെ സുവർണ മുദ്രണം നൽകി അവരെ ആദരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ആയതിനാൽ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ ഈ സുവർണ വേദിയിൽ, ഈ സുവർണ ജൂബിലിയുടെ വേദിയിൽ പങ്കെടുത്ത അജയ്കുമാറിനോടൊപ്പം EM സതീശിനെയും വേണുവേട്ടനെയും ഒപ്പം തന്നെ മീര തമ്പാനെയും ഈ മുദ്രണം വാങ്ങുന്നതിലേക്കായിട്ട് സാദരം ക്ഷണിക്കുന്നു. ക്ലബിൻ്റെ പ്രസിഡൻറ്റിനെയും ഈ മുദ്രണം നൽകുന്നതിലേക്കായിട്ട് അനിയേട്ടനെ സാദരം ഈ അരങ്ങിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം വേണുജി, അടുത്തതായി അജയ് മാഷെ വിളിക്കുന്നു. EM സതീശനെ സാദരം ക്ഷണിക്കുന്നു. മീരയെയും ക്ഷണിക്കുന്നു. ഈ പ്രൗഢോജ്വലമായ ഈ അനുസ്മരണ പ്രഭാഷണവും തുടർന്ന് നടന്ന സെമിനാറിലേക്കും ഇത്ര ഗംഭീരമായ വാക്കുകൾ നൽകി ഈ അരങ്ങ് സമ്പുഷ്ടമാക്കിയ ഓരോരുത്തരോടും കഥകളി ക്ലബിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. 2ാം ഘട്ടം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് നടക്കുന്നത് കഥകളി അരങ്ങും അതിനോടനുബന്ധിച്ച് ആമുഖ ഭാഷണവുമാണ്. ഈ 2ാം ഘട്ടം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.